Hello, good afternoon. Good afternoon, ma'am. Okay, ready along? Start ചെയ്യാം. സമയം പോകും. അതെയോ മാഡം? ഓക്കെ, എവിടെ വരെയാ നമ്മൾ എടുത്തത്? ഓർമ്മയുണ്ടാ? ഫാർമസിയുടെ എവിടെ വരെ എടുത്തു? ഓർമ്മയില്ല? എവിടെയാണ് പഠിപ്പിച്ചു നിർത്തിയത്? Indenting of drugs. ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സ് അല്ലെ? നമ്മൾ എങ്ങനെയാണ് ഡ്രഗ്സിന് വേണ്ടിയിട്ടുള്ള ഓർഡർ പ്ലേസ് ചെയ്യുന്നത്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. വായിച്ചൊക്കെ നോക്കിയോ എല്ലാവരും? ഏത് ലെവൽ എത്തുമ്പോ പുതിയ ഓർഡർ പ്ലേസ് ചെയ്യണം, ആ ലെവലുകളെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായി എന്നാണ് പറഞ്ഞതും. നന്നായിട്ട് എന്താ പറയാ, വായിച്ചു നോക്കിയിട്ടുണ്ടാവുന്നതാണ് കേട്ടോ എനിക്ക് തോന്നണേ. വായിക്കണം, അല്ലാതെ നമ്മളിവിടെ കേട്ടിരുന്ന് മാത്രം പഠിക്കാൻ പറ്റിയൊരു ചാപ്റ്റർ അല്ലാന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാ. കേട്ടിരിക്കുമ്പോ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമ്മളും കൂടി ഒന്ന് എഫേർട്ട് എടുത്ത് കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് ഒക്കെ, 1-2 പേജൊക്കെ അല്ലേ എടുക്കുന്നുള്ളൂ. അത് 1-2-3 പേജ്, അതിൽ കൂടുതലൊക്കെ നമ്മൾ എടുക്കാറില്ല. അപ്പൊ അത്രയും സമയം ഇതുകൊണ്ട് എടുത്തത് എന്തോരാണോ അതൊന്നങ്ങോട് വായിച്ച് 1-2 പ്രാവശ്യം അപ്പൊ തന്നെ, അതായത് ക്ലാസ് കഴിഞ്ഞ് അധിക സമയം കളയാതെ നമ്മളതൊന്ന് വായിച്ചുകൂടി ചെയ്യാം. അപ്പൊ എല്ലാം ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പൊ ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സ് കഴിഞ്ഞു. നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് കെപ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ഫാർമസി. ഇനി ഹോസ്പിറ്റൽ ഫാർമസിയിൽ സൂക്ഷിക്കേണ്ട ചില റെക്കോർഡുകളും രജിസ്റ്ററുകളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ റെക്കോർഡുകൾ അല്ലെങ്കിൽ എന്തൊക്കെ രജിസ്റ്ററുകൾ ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ വെക്കണം? എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ടുള്ള റെക്കോർഡ്സ് ഒന്നും ഹോസ്പിറ്റൽ ഫാർമസിയിൽ വെക്കേണ്ട ആവശ്യമില്ല. That means hospital pharmacy should keep the registers and records which is എന്താ പറയാ, which is connected to the medicines or drugs അല്ലെ? നമ്മുടെ മരുന്നുകളുമായി ബന്ധപ്പെട്ടത്, മരുന്നുകളുടെ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ മരുന്നുകളെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ്, അതിന്റെ സോഴ്സ്, അതിന്റെ ഇൻസ്പെക്ടഡ്, അതായത് അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ പരിശോധിച്ചതിന്റെ ടെസ്റ്റ് ചെയ്തതിന്റെയൊക്കെ റിസൾട്ടുകൾ, ഓൾ ദീസ് things are to be kept recorded. അതൊക്കെ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യണം. അല്ലാണ്ട് ഇപ്പൊ ഏതെങ്കിലുമൊക്കെ മെഡിസിൻ അത് കൊണ്ടുവന്നു കഴിഞ്ഞു, പുതിയൊരു മെഡിസിൻ ആണ്, അത് ചെക്ക് ചെയ്തു, ടെസ്റ്റ് ചെയ്തു, ലാബ് ടെസ്റ്റ് ഒക്കെ നടത്തി, ലാബ് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ചില മെഡിസിൻസ് ഇഫ് ദേ ആർ ഫൗണ്ട് സബ് സ്റ്റാൻഡേർഡ്, ക്വാളിറ്റി കുറച്ചും കൂടി പുവർ ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം മരുന്നുകളൊക്കെ കൊടുക്കുമ്പോൾ പേഷ്യൻസിന് കൊടുക്കുന്നതിന് മുമ്പ് ഇറ്റ് ഷുഡ് ബി എന്താ പറയാ, പ്രോപ്പർലി ലാബ് ടെസ്റ്റഡ് അല്ലെ? ലാബ് ടെസ്റ്റ് നടത്തി അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കേണ്ടത്. കാരണം അത്തരം മെഡിസിൻസ് നമ്മൾ വില കുറവിന് അല്ലെങ്കിൽ ക്വാളിറ്റി ഇച്ചിരി കുറഞ്ഞ കുഴപ്പമില്ല ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ, കൂടുതൽ പേഷ്യൻസിൽ കൂടുതൽ അതിന്റെ ടോക്സിറ്റി അല്ലെങ്കിൽ അതിന് ആഫ്റ്റർ എഫക്റ്റുകളാണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം മെഡിസിൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താ പറയാ കാര്യമില്ല അല്ലെ? പേഷ്യൻസിന് പെട്ടെന്ന് രോഗങ്ങൾ ഭേദമാകുകയും വേണം, ഇഫക്റ്റീവ് വേയിൽ ഭേദമാകണം, ആൻഡ് അറ്റ് റീസണബിൾ കോസ്റ്റിൽ അത് ലഭ്യമാക്കുകയും വേണം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രഗ്സ്, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ ഏതൊക്കെ തരത്തിലുള്ള മരുന്നുകളുണ്ടോ അതിനെ കുറിച്ച് ഒരു ലെഡ്ജർ, സ്റ്റോക്ക് ലെഡ്ജർ. ഓരോ മെഡിസിൻസിന്റെയും സ്റ്റോക്ക് സൂക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തിനാണ്? ഇപ്പൊ ഏതെങ്കിലും മെഡിസിൻ നമ്മൾ ചോദിക്കുമ്പോൾ, അത് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ പോലെ, നമ്മുടെ ഹോസ്പിറ്റൽസിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഓൾറെഡി അവിടുത്തെ അവരുടെ സ്റ്റോക്ക് അവർ പക്കയായിട്ട് ക്ലിയർ ആയിട്ട് ഓരോന്ന് റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഇന്ന് ഹോസ്പിറ്റലിന്റെ ഔട്ട്സൈഡിലുള്ള ഫാർമസിയിലൊക്കെ നമ്മൾ മരുന്നിന് ചെല്ലുമ്പോഴും അവരും ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം അവർ ആ സ്റ്റോക്ക് ഓരോന്നിന്റെയും ഇങ്ങനെ ഓരോ കോഡ് അനുസരിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ദേ ക്യാൻ റിട്രീവ്, അതായത് അവർക്ക് ഏതെങ്കിലും മെഡിസിൻ ഉണ്ടോ, സ്റ്റോക്കിലുണ്ടോ എന്നെല്ലാം നമുക്ക് ഇങ്ങനെ ഓർത്തിക്കാൻ പറ്റില്ല. ഇത് ഇവിടെ ഇപ്പുണ്ട്, കുറച്ചുണ്ട്, എല്ലാ മെഡിസിൻസും, ഒരുപാട് മെഡിസിൻസ് നമ്മൾ പറഞ്ഞു. ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ ഏകദേശം 250 to 300 ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ആണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത് ആ ലിസ്റ്റിലുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയുള്ളതിന്റെ പേരുകളും അതൊക്കെ സ്റ്റോക്ക് ഓരോന്ന് എടുക്കുമ്പോൾ എത്ര എണ്ണം വീതം ക്വാണ്ടിറ്റി എടുത്തു, ഇനി വാട്ട് ഈസ് റിമൈനിങ്, അതൊക്കെ ഓർത്ത് വെക്കാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലെ? അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോക്ക് ലെഡ്ജർ മീൻസ് അക്കൗണ്ട് കീപ്പ് ചെയ്യാം.
ഓരോ ഡ്രഗ്സിനും ഡിഫറെന്റ് ആയിട്ട് സ്റ്റോക്ക് ലെഡ്ജർ കീപ്പ് ചെയ്യാം. പിന്നെന്താ, ഇന്റന്റ് ആൻഡ് റെസിപ്റ്റ് വൗച്ചർ. നമ്മൾ പുതിയ മെഡിസിൻസിന് വേണ്ടിയിട്ടുള്ള ഇന്റന്റ് വെക്കുമ്പോൾ റെക്യൂസിഷൻ ഇഷ്യൂ ചെയ്യുമ്പോൾ, അതായത് ഇന്ന മെഡിസിൻസ് വേണം, അതിന്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആൻഡ് വെനെവർ ദ മെഡിസിൻ ഈസ് സപ്ലൈഡ് ആൻഡ് ഇറ്റ്സ് വൗച്ചർ ഷുഡ് ബി കെപ്റ്റ്. അതിന്റെ വൗച്ചറുകളും നമ്മൾ സൂക്ഷിക്കണം. എന്തൊക്കെ മെഡിസിൻസ് എന്നിട്ട് നമ്മൾ റെക്യൂസേഷൻ വെച്ചു, എന്നിട്ട് അതനുസരിച്ച് എത്ര നമുക്ക് സപ്ലൈ ചെയ്തു, ഏതൊക്കെ മെഡിസിൻസ് സപ്ലൈ ചെയ്തു, അതിന്റെ വൗച്ചറും നമ്മുടെ കയ്യിൽ വെക്കണം. കാരണം ആഫ്റ്റർവേർഡ്സ് പിന്നീട് എന്തെങ്കിലുമൊക്കെ നമുക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇന്റന്റോ വൗച്ചറോ ഒക്കെ നോക്കി നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെ ഫയൽ ചെയ്ത് സൂക്ഷിക്കണം. നമ്മൾ പല ബില്ലുകളൊക്കെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ ബില്ലുകൾ നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കും. കാരണം നമ്മളിപ്പോ എന്തെങ്കിലും പേയ്മെന്റുകൾ നടത്തി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു അതിന്റെ പേയ്മെന്റ് നടത്തി കഴിയുമ്പോൾ അത് ചിലപ്പോ അത് നെസസറി ആകാം പിന്നീട് എന്തെങ്കിലും കാര്യത്തിന്. അത്തരം ബില്ലുകൾ നമ്മൾ എന്ത് ചെയ്യും? കളയില്ല അല്ലെ? നമ്മളൊരു പ്രൂഫ്, ഒരു എവിഡൻസ് ആയിട്ട് അവിടെ കീപ്പ് ചെയ്യും. ഇത് ഹോസ്പിറ്റൽ ഫാർമസിയിലാവുമ്പോ എന്താ പറയാ, അത് തന്നെ പിന്നീട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഹോസ്പിറ്റൽസിലും നടക്കുന്ന കണക്ക് സംബന്ധമായിട്ടുള്ള ഒത്തിരി വെരിഫിക്കേഷൻസ് ഒക്കെ നടത്തേണ്ടി വരും. സോ ദാറ്റ് അറ്റ് ദാറ്റ് ടൈം ദേ ക്യാൻ യൂസ് ഇറ്റ്. ആ സമയത്ത് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത്തരം വൗച്ചേഴ്സും ഇന്റന്റും ഒക്കെ കീപ്പ് ചെയ്യണം. ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു റിപ്പോർട്ട്, ഇൻസ്പെക്ട് ചെയ്ത ഡ്രഗ്സ്, എങ്ങനെയൊക്കെയുള്ള ഡ്രഗ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും എന്താ പറയാ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട് പോലെ എഴുതി സൂക്ഷിക്കുന്നതും നല്ലതാണ്. ഇന്ന ഡ്രഗ്സ് ഇൻസ്പെക്ട് ചെയ്തതാണ്, അതിന്റെ ക്വാളിറ്റിയെ സംബന്ധിക്കുന്ന റിപ്പോർട്ട് ആവാം, അതിന്റെ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ടുകളാകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാം. ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൻ കാർഡ്സ്. ഇൻഡെക്സ് രജിസ്റ്റർ എന്താ? ഓരോ മെഡിസിൻസിനും പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിക്കൽ റെക്കോർഡുകളൊക്കെ ഇല്ലേ, മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു എന്താ പറയുക കോപ്പി, ഇന്ന മെഡിസിൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്താ പറയുക പേഷ്യൻസിന്. അപ്പൊ അത് ഇൻഡെക്സ് അനുസരിച്ച് നമ്പർ അനുസരിച്ചിട്ടൊക്കെ കീപ്പ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ഡ്രഗ്സിന്റെയും ബിൻ കാർഡുകളും തയ്യാറാക്കണം. ബിൻ കാർഡ് ഇവിടെ ഒരു സ്പെസിമെൻ അതിന്റെ കാണിച്ചിട്ടുണ്ട്. ബിൻ കാർഡ് എന്താണ്? ബിൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ഡ്രഗ്, ഓരോ ഡ്രഗ് എന്തൊക്കെയാണ് വാങ്ങിച്ചത്, ആ വാങ്ങിച്ച ഡേറ്റ്, അത് റിസീവ് ചെയ്ത ഡേറ്റ്, എത്ര ക്വാണ്ടിറ്റി റിസീവ് ചെയ്തു, ആ ഡേറ്റ് ഇടുക. ക്വാണ്ടിറ്റി എത്ര എണ്ണം, ഒരു 500 ക്വാണ്ടിറ്റി നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 500 ഡേറ്റ് ഇട്ടിട്ട് അതിൽ നിന്ന് എത്ര എണ്ണം നമ്മൾ ഇഷ്യൂ ചെയ്തു, എത്ര യൂണിറ്റുകൾ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ അത് അടിച്ചു കൊടുക്കും അല്ലെ. 10 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 10 എണ്ണം, ബാക്കി അത്ര എണ്ണം ഉണ്ടോ അത് അല്ലെ ബാലൻസ് ചെയ്യുന്നതാണ് ആ ബാലൻസ് കോളത്തിൽ കാണിക്കേണ്ടത്. ഇനി ആ മെഡിസിൻസിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും റിമാർക്ക് അവിടെ രേഖപ്പെടുത്തി വെക്കാനുണ്ടെങ്കിൽ അത് വെക്കുക. കാരണം ആ ഓരോ മെഡിസിൻസും ഏകദേശം ഒരു മിനിമം സ്റ്റോക്ക് ലെവൽ എന്തോരം വേണമെന്നൊക്കെ ഓരോ മെഡിസിൻസിനുണ്ട്. അപ്പൊ ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ബിയോണ്ട് എന്താ പറയാ എന്താ പറയാ ഏതെങ്കിലും മിനിമം സ്റ്റോക്ക് ലെവലിന്റെ ബിലോ പോകുകയാണെങ്കിൽ അത് റിമാർക്കായിട്ടൊക്കെ അവിടെ സൂക്ഷിച്ചു വെക്കുക, എഴുതി വെക്കുക. കാരണം അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള സമയമായി എന്നുള്ളത് കാണിക്കാനാണ്. ഓക്കെ, അപ്പൊ ഓൾ ദീസ് തിങ്സ്. അപ്പൊ ഇൻഡെക്സ് രജിസ്റ്റർ, അതായത് മെഡിസിൻസിന്റെ ലിസ്റ്റ് ആണ്. അതിന്റെ ബിൻ കാർഡുകളും കീപ്പ് ചെയ്യുക. ബിൻ കാർഡ് ഓരോ ഡ്രഗ്സിനും ഉണ്ട് കേട്ടോ. എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ. ഓരോ മെഡിസിൻസ് നമ്മൾ വെക്കുമ്പോൾ ആ മെഡിസിൻസിന്റെ ഒക്കെ ഏതൊക്കെ ടൈപ്പിലുള്ള മെഡിസിൻസ് ഉണ്ടോ അതിനൊക്കെ എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ് അടക്കം എഴുതി വെക്കണം. കാരണം ഏതെങ്കിലും മെഡിസിൻസ് എന്താ പറയാ എക്സ്പയറി അധികമൊന്നും ഇല്ല, അപ്പൊ അത് കംപ്ലീറ്റ് ആകാറുണ്ട് എങ്കിൽ അതൊക്കെ നേരത്തെ തന്നെ പേഷ്യൻസിന് കൊടുത്ത് പ്രൊവൈഡ് ചെയ്ത് എന്ത് ചെയ്യണം, അത് സ്റ്റോക്ക് ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റും, അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എക്സ്പെൻസീവ് ആണ്, നഷ്ടമല്ലേ. കാരണം ഹോസ്പിറ്റൽസിൽ ഇത്രയും മെഡിസിൻസ് ഭയങ്കര കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ട് അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് പോകുന്നത് അറിയാതെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള എക്സ്പയറി ഡേറ്റ് കഴിയാറായതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവർ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ദേ ക്യാൻ ഇൻഫോം ഇറ്റ് ടു ദ ഡോക്ടേഴ്സ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിഷ്യൻസിനോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനോ അത്തരം ഇൻഫർമേഷൻസ് അവർക്ക് പാസ് ചെയ്യാം. കാരണം ഇന്ന രോഗത്തിന് വേണ്ടിയിട്ടുള്ള ഇന്ന മെഡിസിൻസ് അതിന്റെ ഡേറ്റ് കഴിയാറായിരിക്കുകയാണ് ഉള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, ആ മെഡിസിൻസ് തീർക്കാൻ വേണ്ടിയിട്ട് ഇനി വരുന്ന പേഷ്യൻസിനൊക്കെ അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ അത് തന്നെ എഴുതി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാം, അത്തരം നമുക്ക് അത്തരം എക്സ്പെൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇല്ലാതാക്കാനായിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് എക്സ്പയറി ഡേറ്റ് കീപ്പ് ചെയ്യുക. അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്. ഏതെങ്കിലും മെഡിസിൻസിന് അഡ്വേഴ്സ് റിയാക്ഷൻ, അതായത് എന്താ പറയാ നെഗറ്റീവ് റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ, ഇത് ആഫ്റ്റർ ഇഫക്ട് ടോക്സിസിറ്റി, ഏതെങ്കിലും മെഡിസിൻസിന് അങ്ങനെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാം. ഏത് മെഡിസിൻസിന് എന്ത് റിയാക്ഷൻ ആണുള്ളത് അത് റെക്കോർഡ് ചെയ്ത് വെക്കാം. ഇതൊക്കെ എഴുതി അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത്, ഇന്ന് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ എന്താണ് കൃത്യമായിട്ട് നമുക്ക് ഫയലാക്കി കമ്പ്യൂട്ടറിൽ ഒത്തിരി സ്പേസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാതെ നമുക്ക് അതൊക്കെ ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ എടുത്തു വെക്കാം. സോ ദാറ്റ് അങ്ങനെ ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ എടുത്തു വെക്കുമ്പോൾ, സൂക്ഷിച്ചു വെക്കുമ്പോൾ എപ്പോ വേണമെങ്കിലും അവർക്ക് അതനുസരിച്ച് എടുത്ത് അവർക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനും റെഫർ ചെയ്യാനും ഒക്കെ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. ഫയൽ കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ്
യൂണിറ്റ്സ്, അതായത് ഓരോ സപ്ലയർമാരും നമുക്ക് ആരൊക്കെയാണ് മെഡിസിൻസ് സപ്ലൈ ചെയ്ത് അവരുടെ ഡീറ്റെയിൽസും അവർ ഓരോ യൂണിറ്റുകൾ എത്ര യൂണിറ്റ് വീതം നമുക്ക് സപ്ലൈ ചെയ്തു അതിന്റെ ഡീറ്റെയിൽസും എല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കാം. നെയിം ഓഫ് സപ്ലയേഴ്സ്, അവരുടെ ഫയലുകൾ, അവരെ കുറിച്ച് ഇപ്പൊ നമുക്ക് ഓരോ മെഡിസിൻസും കൃത്യമായിട്ട് സപ്ലൈ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും, റെഗുലർ ആയിട്ടുള്ളവരും ഉണ്ടാകും, പിന്നെ പുതിയതായിട്ട് വരുന്നവരും ഉണ്ടായിരിക്കും. അപ്പൊ റെഗുലർ ആയിട്ട് വരുന്നവരുടെ പേരും അവരുടെ വിവരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് സൂക്ഷിക്കണം. അതും റെക്കോർഡ് ചെയ്യേണ്ട ഒരു അല്ലെങ്കിൽ റെക്കോർഡ്സ് ആണ് അവരുടെ. ലെഡ്ജർ അക്കൗണ്ട് ഫോർ റെമിറ്റൻസ് ഓഫ് വൗച്ചേഴ്സ്, ഇത് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളുടെ വൗച്ചറുകൾ കീപ്പ് ചെയ്തിട്ടുണ്ട്, അത് റെമിറ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ പൈസ അന്നേരം തന്നെ കൊടുക്കില്ല, പിന്നീടായിരിക്കും ചിലപ്പോൾ പൈസ കൊടുക്കുക. ആ പൈസ കൊടുത്തു കഴിഞ്ഞതിന്റെ റെസിപ്റ്റ് ഫോം ഉണ്ടാവുമല്ലോ, റെമിറ്റൻസ് ഫോം. ആ റെമിറ്റൻസ് ഫോമും അതും ലെഡ്ജറുകളായിട്ട് കീപ്പ് ചെയ്യുക, അതിന്റെ ഫയലുകളാക്കുക, അതിന്റെ റെസിപ്റ്റ് ഫോമുകളൊക്കെ. പിന്നെ ഡിനൗൺസിയേഷൻ ഓഫ് നോൺ കൺസ്യൂമബിൾസ് ആൻഡ് കൺസ്യൂമബിൾസ്, നമുക്ക് അകത്തേക്ക് കഴിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് മെഡിസിൻസ് ഉണ്ട് അല്ലെ. അത്തരം മെഡിസിൻസ് എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ഉപയോഗിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതൊക്കെ ഉണ്ടാവും ചിലത്. അങ്ങനെ എന്തെങ്കിലും ആരോപണ വിധേയമായിട്ടുള്ള ചില മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരിക്കും, അകത്തേക്ക് കഴിക്കുന്നതായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ. അത്തരം മെഡിസിൻസിനെ കുറിച്ചിട്ടുള്ള റെക്കോർഡുകൾ സെപ്പറേറ്റ് കീപ്പ് ചെയ്യണം. അങ്ങനെ ആരോപണ വിധേയമായിട്ടുള്ള മെഡിസിൻസിനെ കുറിച്ചിട്ടുള്ള റെക്കോർഡുകൾ കൃത്യമായിട്ട് അത് കീപ്പ് ചെയ്യാം. ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ, ഓരോ വർഷവും എന്താ പറയാ ആനുവൽ ആയിട്ട് സ്റ്റോക്കിന്റെ കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെക്കോർഡുകൾ ഓരോ വർഷവും അത് പുതുക്കി എടുക്കുക, റിന്യൂ ചെയ്തുകൊണ്ട് ആ ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ് ഓരോ വർഷവും കീപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ ഹോസ്പിറ്റൽ ഫോർമുലറി, മെഡിസിൻസിന്റെ ഒക്കെ ലിസ്റ്റ്, അതും എന്തായാലും ഹോസ്പിറ്റൽ ഫാർമസിയിൽ വേണ്ട കാര്യമാണ്. ആന്റിബയോട്ടിക് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പൊ ഹോസ്പിറ്റൽസിൽ ഏതെങ്കിലും മെഡിസിൻസ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ആന്റിബയോട്ടിക്കുകളാണ് കൂടുതലും. അങ്ങനെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഹെൽത്ത് ആയിട്ടുള്ള എന്തെങ്കിലും മറ്റ് ആഫ്റ്റർ ഇഫക്റ്റ് ആ ഒരു മെഡിസിൻസിന് ആന്റിബയോട്ടിക്സിനാണ് കൂടുതൽ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതിന് എന്ത് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാം, അത്തരം പോളിസീസ് അതെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. ആന്റിബയോട്ടിക് പോളിസി എന്ന് പറഞ്ഞ സ്ട്രാറ്റജിക് ആക്ടിവിറ്റീസ് ആണ് വിച്ച് ഈസ് അണ്ടർടേക്കൺ ബൈ ദ ഹോസ്പിറ്റൽ ഫോർ ആന്റി മൈക്രോബയൽ ട്രീറ്റ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ. അതായത് വെൻ ഈ ഇത്തരം ആന്റിബയോട്ടിക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഔട്ട്കം, അതിന്റെ റിസൾട്ട് പേഷ്യൻസിന് എന്തെങ്കിലും തരത്തിൽ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് എന്ത് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാമെന്ന് ഹോസ്പിറ്റലിന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കും. അപ്പൊ ആ പോളിസി അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതും അത് അവരുടെ രജിസ്റ്റേഴ്സ് ആൻഡ് റെക്കോർഡ്സിൽ വന്നതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ എന്താ പറയാ നമ്മളുടെ ഫാർമസിയിൽ കീപ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ രജിസ്റ്റേഴ്സും റെക്കോർഡ്സും. ഓക്കെ, ആ പേരുകൾ അങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി. നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. സ്റ്റോക്ക് ലെഡ്ജർ, ഓരോ ഡിഫറെന്റ് ഡ്രഗ്സിന് വേണ്ടിയിട്ട് ഇന്റന്റ് ആൻഡ് റെസിപ്റ്റ് വൗച്ചർ, ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. ഇതിൽ ഏതൊക്കെയാണ് സ്റ്റോക്ക് ആൻഡ് റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സിൽ വരുന്നത്, വരാത്തത് ഏത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇൻഡെക്സ് രജിസ്റ്റർ, പിൻ കാർഡ്, എക്സ്പയറി ഡേറ്റ് റെക്കോർഡ്, അതുപോലെ അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്, ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സിന്റെ പേര് ഉൾപ്പെടെയുള്ള ഫയലുകൾ, ലെഡ്ജർ അക്കൗണ്ട്സ് ഓഫ് റെമിറ്റൻസ് ഓഫ് വൗച്ചർ പേയ്മെന്റുകൾ നടത്തിയേക്കണതിന്റെ അതിന്റെ ലെഡ്ജർ അക്കൗണ്ട് വേറെ, ഡിനൗൺസിയേഷൻ ഓഫ് നോൺ കൺസ്യൂമബിൾസ് ആൻഡ് കൺസ്യൂമബിൾസ്, ഈ കൺസ്യൂമബിൾസിലും നോൺ കൺസ്യൂമബിൾസിലും വരുന്ന ദുരാരോപണങ്ങളൊക്കെ, ഇത് എന്തെങ്കിലുമൊക്കെ മോശമായ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത്, ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ്, ഹോസ്പിറ്റൽ ഫോർമുലറി ആൻഡ് ആന്റിബയോട്ടിക് പോളിസി. ഇതൊക്കെയാണ് അതിന്റെ പേരുകൾ ഓർത്തിരുന്നാൽ മതി. എന്തൊക്കെയാണ് റെക്കോർഡുകൾ രജിസ്റ്റേഴ്സ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് മനസ്സിലായോ? ഓക്കെ, ബിൻ കാർഡ് എന്താണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഇത് ബിൻ കാർഡുകൾ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും വെക്കുന്നുണ്ടോ, അവരുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ എഴുതി വെക്കാൻ വേണ്ടി. ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്നാലും അതെ, ഓരോ ഐറ്റംസ് ഉണ്ട് അവരുടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതിനൊക്കെ സെപ്പറേറ്റ് ബിൻ കാർഡുകൾ വെച്ചാൽ ഓരോ ഐറ്റമിനും എത്ര എണ്ണം യൂണിറ്റ് അവർ പർച്ചേസ് ചെയ്തു, അതിൽ എത്ര എണ്ണം അവര് പുറത്ത് ആളുകൾക്ക് വിറ്റു, ഇനി ബാലൻസ് എത്ര എണ്ണം അതിനകത്ത് ഉണ്ട്. ചിലതൊക്കെ നമുക്ക് റെഗുലർ ആയിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടാവും ഇതിനകത്ത്, ചിലതൊക്കെ ചില ഐറ്റംസ്. അപ്പൊ അതങ്ങനെ സൂക്ഷിക്കും ഒരു ബിൻ കാർഡുകളായിട്ട്. ഹോസ്പിറ്റൽ ഫോർമുലറിയിലും അതുപോലെ ഹോസ്പിറ്റൽ ഫാർമസിയിലും ഇങ്ങനത്തെ ബിൻ കാർഡുകൾ സൂക്ഷിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദർ ഈസ് ഇനഫ് സ്റ്റോക്ക് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മെഡിസിൻ, അത്തരം മെഡിസിൻസ് ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടോ എന്ന് അറ്റ് എ ഗ്ലാൻസ് പെട്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റും. ആ കാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര യൂണിറ്റ് പർച്ചേസ് ചെയ്തു, ഇത്ര യൂണിറ്റ് ഇഷ്യൂ ചെയ്തു, ബാക്കി എത്ര ഉണ്ട്, അതാണ് ബിൻ കാർഡ് സൂചിപ്പിക്കുക. ക്ലിയർ?
ഓക്കെ, നമുക്ക് ഇനി പഠിക്കാനുള്ളത് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഹൗ ക്യാൻ വി സ്റ്റോർ ദീസ് ഡ്രഗ്സ്? ഒരുപാട് ഡ്രഗുകൾ ഹോസ്പിറ്റൽസിലുണ്ട്. പ്രധാനമായിട്ടും ഡ്രഗുകൾ കുറെ എന്താ പറയാ, നമ്മളെല്ലാ ഡ്രഗ്സും നോക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ ആർ നോട്ട് സെയിം അല്ലെ, എല്ലാം ഒരുപോലത്തെ ഡ്രഗ്സ് അല്ലല്ലോ, എല്ലാം പല പല രീതിയിലല്ലേ. അപ്പൊ സ്റ്റോറേജ് ഫെസിലിറ്റിയുടെ അല്ലെങ്കിൽ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രഗ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 4. എങ്ങനെ സ്റ്റോർ ചെയ്യും, ഏത് രീതിയിൽ സ്റ്റോർ ചെയ്യണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രഗ്സിനെ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ ജനറൽ ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആൻഡ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. ഏതൊക്കെയാണ് 4 ഏതൊക്കെയാണ്? ജനറൽ ഡ്രഗ്സ്, നാർക്കോട്ടിക്സ്, ഇൻഫ്ലേമബിൾ ആൻഡ് കോൾഡ് സ്റ്റോറേജ്. ഓരോന്നും അതിന്റെ ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിന്റെ ആ ഒരു സ്റ്റോർ ചെയ്യുന്ന രീതിക്കും വ്യത്യാസമുണ്ട്. ആ പേര് ഓരോന്ന് നോക്കാം. ഒന്ന് ജനറൽ ഡ്രഗ്സ്, സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗുകളാണ്, മരുന്നുകൾ, മെഡിസിൻസ്, നമ്മുടെ എന്താ പറയാ ടാബ്ലറ്റുകൾ, ക്യാപ്സൂളുകളൊക്കെ പോലത്തെ അതൊക്കെയാണ് സാധാരണ. അപ്പോ ഈ സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ 4 ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഓരോ ഡ്രഗ്സും എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയൊക്കെയാണ്, ഹൗ ക്യാൻ ബി സ്റ്റോർ ദീസ് പർട്ടിക്കുലർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ്. ഈ ഓരോ രീതിയിൽ ക്ലാസിഫൈ ചെയ്ത ഡ്രഗ്സിനെ നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യാം നോക്കാം. ഒന്നാമത്തേത് നമുക്കറിയാം ജനറൽ ഡ്രഗ്സ് ആണ്. ഡ്രഗ്സ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ആൽഫബറ്റിക്കലി ഇൻ ദ ക്യാബിനറ്റ്. അതായത് ഈ ജനറൽ വിഭാഗത്തിൽ വരുന്ന മരുന്നുകളില്ലേ, മെഡിസിൻസ്, അതായത് നമ്മുടെ എന്താ പറയാ ഈ ഗുളിക, അതുപോലെ തന്നെ ടാബ്ലറ്റ്, അതുപോലെ തന്നെ ക്യാപ്സൂളുകളൊക്കെ പോലത്തെ അതൊക്കെ ആൽഫബറ്റിക് ഓർഡറിലായിരിക്കണം ക്യാബിനറ്റിൽ അറേഞ്ച് ചെയ്തത്. എന്താണ് ആൽഫബറ്റിക് ഓർഡറിൽ? ആദ്യത്തെ അക്ഷരങ്ങളൊക്കെ ABCD. അപ്പൊ ഇപ്പൊ തന്നെ ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കുന്ന മെഡിസിൻസ് ഉണ്ടെങ്കിൽ അടുത്ത 2ാമത്തെ ലെറ്റർ കൂടി നമ്മൾ നോക്കണം. അങ്ങനെയാണ് ആൽഫബറ്റിക് ഓർഡറിൽ. അല്ലാണ്ട് Aയില് ആരംഭിക്കുന്ന ഒരെണ്ണം മാത്രമല്ല. ഇപ്പൊ നമ്മള് സ്കൂൾ രജിസ്റ്റേഴ്സിലൊക്കെ പേര് റെക്കോർഡ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ അല്ലെ? എ വെച്ച് ഇഷ്ടംപോലെ പേരുകളുള്ള ആളുകളുണ്ട്. അപ്പൊ A കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ വിചാരിക്കും അപ്പൊ ആരെയാണ് ആദ്യം എഴുതണ്ടേ? എല്ലാ എനെയും ആദ്യം തന്നെ എഴുതാൻ പറ്റില്ലല്ലോ, ഏതെങ്കിലും ഒരെണ്ണത്തിനെ ഫസ്റ്റ് ചാൻസ് ഉള്ളൂ. അപ്പൊ A നോക്കുക, സെക്കൻഡ് ലെറ്റർ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ, അപ്പൊ അതുകൂടി നോക്കണം. ഇനി സെക്കൻഡ് ലെറ്ററും സെയിം ലെറ്ററുമായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് വേണം? 3ാമത്തെ ലെറ്ററിലേക്ക് നോക്കണം. അങ്ങനെയാണ് ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അപ്പൊ ഡ്രഗ്സ് ഷുഡ് ബി അറേഞ്ച്ഡ് ഓർ ഓർഗനൈസ്ഡ് ആൽഫബറ്റിക്കലി ഇൻ ദ ക്യാബിനറ്റ്. ജനറൽ ഡ്രഗ്സിന്റെ കാര്യം മാത്രം എന്താ പറയുന്നത്? ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ കീപ്പ് ചെയ്യണം. ബിൻ കാർഡ് ഡെപ്പിക്റ്റിംഗ് സ്റ്റോക്ക്, അതായത് നമ്മളുടെ നേരത്തെ പറഞ്ഞ ബിൻ കാർഡ്, ഓരോ മരുന്നിനും ബിൻ കാർഡുകൾ അവരുടെ സ്റ്റോക്ക് പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ബിൻ കാർഡ് ഡെപ്പിക്ട് ചെയ്യുക. ഡെപ്പിക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി, കാണിക്കാൻ വേണ്ടിയിട്ട്, ആളുകളെ കാണിക്കാനൊക്കെ വേണ്ടിയിട്ട്. ആർക്ക് വേണമെങ്കിലും എടുത്ത് നോക്കിയാൽ അതിന്റെ ബിൻ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് മെഡിസിൻ ക്വാണ്ടിറ്റീസ് ആർ ലെഫ്റ്റ് റിമൈനിങ്, എത്ര എണ്ണം ബാക്കിയുണ്ടെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ദെൻ പിന്നെ എന്താണ്? ഷോർട്ട് എക്സ്പയറി മെഡിസിൻസ് തുടങ്ങി ഇൻ ദ ഫ്രണ്ട് ആൻഡ് ദ ബാക്കിലേക്ക് പോകുമ്പോൾ ലോങ് എക്സ്പയറി ഡേറ്റ് ഉള്ള മെഡിസിൻസ് ആണ് കീപ്പ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ എന്താർത്ഥം? ഏറ്റവും ആദ്യം എക്സ്പയറി ഡേറ്റ് തീരാൻ പോകുന്ന മെഡിസിൻസ് ഇല്ലേ, ഇപ്പൊ ഫ്രണ്ടിലൊക്കെ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. നമ്മൾ കണ്ടല്ലേ ഹോസ്പിറ്റലിന്റെയും അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് റാക്സ് ഇങ്ങനെ ഉണ്ട്, ഷെൽഫ്സ് അല്ലെ. ഇതിനകത്തൊക്കെ മെഡിസിൻസ് ഇങ്ങനെ നിറച്ചു കുത്തിക്കയറ്റി വെച്ചേക്കാണ്. അപ്പൊ മുമ്പിൽ വെക്കുമ്പോ ഏറ്റവും ബാക്കിലേക്ക് ഏറ്റവും കൂടുതൽ എക്സ്പയറി ഡേറ്റ് ഉള്ള എന്ത് ചെയ്യണം? മെഡിസിൻസ് നമ്മൾ ബാക്കിലേക്ക് നമ്മുടെ കൈ പെട്ടെന്ന് എത്തുന്നത് എവിടേക്കാ? ഫ്രണ്ടിലേക്കാണ്. ഏറ്റവും വിസിബിൾ ആകുന്ന സ്ഥലത്താണ് നമ്മുടെ കണ്ണെത്തുക അല്ലെങ്കിൽ കയ്യെത്തുക. അപ്പൊ ആ മുമ്പിൽ തന്നെ ഏറ്റവും കുറവ് എക്സ്പയറി ടൈം ഉള്ള മെഡിസിൻസ് ഷുഡ് ബി അറേഞ്ച്ഡ്. അതിന് ബാക്കിൽ പിന്നീട് 2024 എന്താ പറയാ സെപ്റ്റംബർ തീരാൻ പോകുന്നു അല്ലെ. അപ്പൊ സെപ്റ്റംബർ വരെയുള്ളത് മുമ്പിൽ വരണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ ഒക്ടോബർ, പിന്നെ നവംബർ, അങ്ങനെ പിന്നെ 2025 ജനുവരി, അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക. ആ ഓർഡറിൽ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? മുമ്പിലിരിക്കുന്ന നേരെ തീർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ബാക്കിലേക്ക് അതേ മെഡിസിൻ തന്നെ എടുക്കാൻ പോകുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ വെക്കണം. പിന്നെ FIFO മെത്തേഡ് ഓർ പ്രൊസീജിയർ ഷുഡ് ബി ഫോളോഡ് വൈൽ ടേക്കിംഗ് ദ മെഡിസിൻസ്. അതായത് മെഡിസിൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് മുമ്പിൽ അങ്ങനെയാണ് വെക്കണേ. അറേഞ്ച് ചെയ്ത് വെക്കുന്നത് തന്നെ ലോങ് എക്സ്പയറി വരുന്നത് ബാക്കിലും എന്താ പറയാ ഷോർട്ട് എക്സ്പയറി വരുന്നത് മുമ്പിലുമായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ്. ഏതാണത്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, FIFO മെത്തേഡ്. FIFO ഉണ്ട്, LIFO മെത്തേഡ് ഉണ്ട്. ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് 2 മെത്തേഡുകളാണ്. സ്റ്റോക്ക് എടുത്തു നമ്മൾ ഉപയോഗിക്കുന്ന 2 രീതിയാണ്. ഒന്ന് സ്റ്റോക്ക് കൺട്രോൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 രീതിയാണ് FIFO മെത്തേഡും LIFO മെത്തേഡും. എന്താ FIFO? ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം കൊണ്ടുവന്ന് വെച്ചത് ആദ്യം എടുത്തുപയോഗിക്കുക. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ചില സാധന സാമഗ്രികളൊക്കെ ഇല്ലേ,
കിച്ചണിൽ ഉപയോഗിക്കുന്ന ചില സാധന സാമഗ്രികളൊക്കെ നമ്മൾ ആദ്യം വാങ്ങിച്ചിങ്ങനെ കൊണ്ടുവന്ന് വെച്ചത് തീരാറാകുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ പുതിയത് വാങ്ങിക്കുമായിരിക്കും. ഇപ്പൊ എന്താ പറയാ, റൈസ്, ഷുഗർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ടീ പൗഡർ അല്ലെ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, തീർന്ന് അങ്ങോട്ട് അറ്റം വന്ന് പാത്രം കൊട്ടിയിട്ടാണോ നമ്മൾ പോയി പുതിയത് വാങ്ങിച്ചു വെക്കുക? അല്ല, ബിഫോർ ദാറ്റ് നമുക്കറിയാം ഇത് തീരാറായിട്ട് ഒരു ചിലപ്പോ 1, 2, 3 സമയം കൂടി നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്തത് ഒന്ന് പർച്ചേസ് ചെയ്തൊന്ന് ഒരു പ്രിക്കോഷൻ പോലെ നേരത്തെ അഡ്വാൻസ്ഡ് ആയിട്ട് കൊണ്ടുവന്ന് വെക്കും അല്ലെ. പൊട്ടിച്ചിട്ടില്ല എങ്കിലും അത് അതിനകത്തെ കൂടി ഇട്ടില്ല എങ്കിലും നമ്മൾ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കും. ബിക്കോസ് ചിലപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പുറത്ത് പോയി അത് വാങ്ങിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, തീരാറായിട്ടുണ്ട് എന്ന് വിചാരിച്ച് നമ്മള്, അത് വീട്ടമ്മമാർക്കൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും അല്ലെ, അത് നമ്മൾ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കും. ബിക്കോസ് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും സാധനം ഇല്ല എന്നൊരവസ്ഥ വരുന്നില്ല. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചാലും നമ്മൾ ഒരു കാര്യം ചെയ്യും, എന്ത്, ഈ കൊണ്ടുവന്ന് വെച്ചത് എടുത്ത് പുതിയത് അങ്ങോട്ട് എടുക്കുമോ? ഇവിടെ പഞ്ചസാര കുറച്ചുകൂടി ബാക്കിയിരിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചപ്പോ ചായ തട്ടിയോ, ഇത് പുതിയത് വാങ്ങിച്ചത് അങ്ങോട്ട് ഇടാം, കാരണം ഇനി അതിന് വലിയ വേറെ എന്തെങ്കിലും ടേസ്റ്റ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണോ ഇടുക? അല്ല, നമ്മൾ അത് എടുത്തില്ല, അതവിടെ മാറ്റി വെച്ചിട്ട് പഴയ ഇതിൽ ബാക്കിയുള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കും. അത് ഫിനിഷ് ചെയ്തിട്ടാണ് അടുത്ത പുതിയത് നമ്മൾ എടുത്തിടുക അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫിഫോ മെത്തേഡ് എന്ന് വിളിക്കുക. അത് ഇതുപോലെ തന്നെ ചില സാധനങ്ങളുടെ സ്റ്റോക്ക് ഇങ്ങനെ ഉപയോഗിക്കും, ലീഫോ മെത്തേഡ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അവസാനം കൊണ്ടുവന്ന് വെച്ചത് ആദ്യം എടുത്ത് ഉപയോഗിക്കും. അതും ചില സ്റ്റോക്കുകളുടെ കാര്യത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ മെഡിസിൻസിന്റെ കാര്യത്തിൽ അങ്ങനെ ഇല്ല കേട്ടോ. മെഡിസിൻസ് ഫോളോ ചെയ്യുന്നത് ഫിഫോ മെത്തേഡാണ്. അപ്പൊ ആ മെത്തേഡ് ഫോളോ ചെയ്യണം ഈ ജനറൽ ഡ്രഗ്സിനെ കൈകാര്യം ചെയ്യുമ്പോൾ. പിന്നെ ഡ്രഗ്സ് ഷുഡ് ബി യൂസ്ഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് എക്സ്പയറി. എക്സ്പയറി ഡേറ്റ് തീർന്നതിന് മുമ്പേ ജനറൽ ഡ്രഗ്സ് തീർച്ചയായിട്ടും ഉപയോഗിച്ച് തീർത്തിരിക്കണം. എന്ന് വെച്ചാൽ എക്സ്പയറി ഡേറ്റ് തീരാൻ പോയി വെച്ചിട്ട് ഫാർമസിയിലുള്ള എല്ലാവരും കൂടി അതെടുത്ത് കഴിക്കണമെന്നാണോ? തീർച്ചയായിട്ടും അല്ല. അതൊക്കെ എടുത്ത് വേഗം പ്രിസ്ക്രിപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്തോളണം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ മെഡിസിൻസിന്റെ എക്സ്പയറി തീരാൻ പോകുന്നത് ആരറിയിക്കണം? ഫാർമസിസ്റ്റുകൾ ജസ്റ്റ് ഒന്ന് അവരുടെ അതുമായി ബന്ധപ്പെട്ട ഏത് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന മരുന്നാണെന്ന് മനസ്സിലാകുമല്ലോ കുറെ കഴിയുമ്പോൾ അവർക്ക്. അപ്പൊ അവരെ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക, ഇന്ന മെഡിസിന്റെ സ്റ്റോക്ക് എന്താ പറയാ എക്സ്പയറി തീരാറായിട്ടുണ്ട്, ഇത്രയും സ്റ്റോക്സ് ഉണ്ട് എന്ന് ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ അവരത് പ്രിസ്ക്രൈബ് ചെയ്തോളും പേഷ്യൻസിന്. എക്സ്പയറി ഡ്രഗ്സ് ടു ബി ഡിസ്പോസ്ഡ് ആസ് പെർ ദ റൂൾ. ഇനി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയാലോ ഇനി എന്നിട്ട് കൊടുക്കാൻ പറ്റുമോ പേഷ്യൻസിന്? പാടില്ല, അത് എഗെയിൻസ്റ്റ് റൂൾ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്തരം മെഡിസിൻസ് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്യാനായിട്ട് നോക്കുക ആസ് പെർ ദ റൂൾ. എടുത്ത് അവിടെ ഇങ്ങനെയെങ്കിലും കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് കളഞ്ഞോ എന്ന് പറയാൻ പറ്റില്ല. ഹോസ്പിറ്റൽസിന് ഈ വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്ന റൂൾസ് ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സ്പില്ലേജ് വേസ്റ്റും ബയോമെഡിക്കൽ വേസ്റ്റും ഒക്കെ. അപ്പൊ അതനുസരിച്ച് അത് ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജനറൽ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ക്ലിയർ ആയോ? ജനറൽ ഡ്രഗ്സിന്റെ കാര്യം മനസ്സിലായോ? അടുത്ത പറഞ്ഞോട്ടെ, നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ്. മരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഡ്രഗ്സ് ആണ്. നമുക്ക് അനസ്തേഷ്യക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മരുന്നുകൾ വേണം, ആ മയക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ഹൗ ക്യാൻ ബി സ്റ്റോർ, എങ്ങനെയൊക്കെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത്? ഇത് നമുക്കറിയാം, മറ്റ് മരുന്നുകളെ പോലെ ഇത് നമ്മുടെ ജനറൽ ഡ്രഗ്സിനെ പോലെ കൊണ്ടുവന്നിട്ട് എവിടെയൊക്കെ കൊണ്ടുവന്ന് വലിച്ചു വാരിയൊക്കെ അതുപോലെ അത്രയും അലക്ഷ്യമായിട്ടൊന്നും ഇടാൻ പറ്റില്ല അല്ലെ. ഇറ്റ് ഷുഡ് ബി ഡിഫറെന്റ്ലി സ്പെഷ്യലി ഓർഗനൈസ്ഡ്. ഇത് പ്രത്യേകം അതിന് വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗം അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള അറേഞ്ച്മെന്റുകളാണ് നമ്മൾ നാർക്കോട്ടിക് ഡ്രഗ്സിന് കൊടുക്കേണ്ടത്. സച്ച് ആസ് മോർഫിൻ, പെത്തിഡിൻ ആൻഡ് ബാർബിറ്റുറേറ്റ്സ്. ഈ പറയുന്ന മെഡിസിൻസ് ഒക്കെ നാർക്കോട്ടിക് ഡ്രഗ്സിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ മോർഫിൻ, പെത്തിഡിൻ, ബാർബിറ്റുറേറ്റ്സ് എന്ന് പറയുന്ന ഈ മരുന്നുകൾ, അതുപോലെയുള്ള മരുന്നുകൾ, അതൊക്കെ നാർക്കോട്ടിക് വിഭാഗത്തിൽ വരും. അത്തരം മരുന്നുകളൊക്കെ സ്പെഷ്യലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡിഫറെന്റ് പ്ലേസ് കൊടുത്തിട്ടാണ് അത് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പൊ ചോദിക്കാൻ സാധ്യതയുണ്ട് നാർക്കോട്ടിക് ഡ്രഗ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? മോർഫിൻ, പെത്തിഡിൻ ആൻഡ് ബാർബിറ്റുറേറ്റ്സ് കേട്ടോ. സ്പെഷ്യൽ സ്ഥലം പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് പ്രിസൈസ് ഇതിനെ കുറിച്ച് ഇതൊക്കെ എടുത്തുപയോഗിക്കുമ്പോൾ പ്രിസൈസ് റെക്കോർഡ്സ്, ഇത്ര യൂണിറ്റ് എടുത്തു, ഇത്ര അളവിൽ അത് എടുത്തുപയോഗിച്ചു, ഇതൊക്കെ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലുള്ള മരുന്നുകളാണ് നാർക്കോട്ടിക്സ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. സോ അതിനിടവരുത്താതെ പ്രിസൈസ് ആയിട്ട് വളരെ വ്യക്തമായിട്ട് ഇത്തരം മരുന്നുകൾ എത്ര യൂണിറ്റ്, എത്ര ക്വാണ്ടിറ്റിയിൽ എടുത്തു, ആൻഡ് വാട്ട് ഈസ് റിമൈനിങ്, എത്രയാണ് ബാക്കിയുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓൾവേസ് സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും നമ്മൾ അടച്ചുറപ്പുള്ള പൂട്ടിയ സാധന സംവിധാനത്തിലൊക്കെ ഇത് കീപ്പ് ചെയ്യണം. അലക്ഷ്യമായിട്ട് തുറന്നൊക്കെ ഇട്ട് അത് ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്ത്, ഇപ്പൊ ചിലപ്പോ അത് നമ്മൾ വേണമെന്ന് വിചാരിച്ചു ചെയ്യുന്നതല്ല, എന്തായാലും അവിടെ ഇരിക്കുകയല്ലേ, എടുത്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, പരീക്ഷിച്ചു നോക്കാം പല കാര്യങ്ങളും എന്നും തോന്നും. മനുഷ്യന്മാരുടെ അവസ്ഥ ഇന്ന് മനുഷ്യൻ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഓരോ സമയം തോന്നുന്ന പോലെയൊക്കെയാ പ്രവർത്തിക്കുക. അപ്പൊ അതുകൊണ്ട്
അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറെയൊക്കെ നമ്മൾ എന്താ പറയാ അങ്ങനെ ഒരു അവസരം കിട്ടുന്നത് കൊണ്ടാണ് അല്ലെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് അതൊന്നും വരാതിരിക്കാനായിട്ട്, അതായത് മെഡിസിൻ ഈ നാർക്കോട്ടിക്സ് ഡ്രഗ്സ് വെൻ ദേ ആർ ടേക്കിംഗ് എത്രയൊക്കെ എടുത്ത് ഉപയോഗിച്ചു അങ്ങനെയുള്ള റെക്കോർഡ്സ് കീപ്പ് ചെയ്യണമെന്ന്. എത്ര യൂണിറ്റ് ക്വാണ്ടിറ്റിയിൽ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ഉണ്ട്, ഈ പറയുന്ന ഉദാഹരണമാണ് മോർഫിനും പെത്തിനും ബാർബിറ്റുറേറ്റ്സും ഒക്കെ. അപ്പൊ അതൊക്കെ അതിൽ നിന്ന് എത്ര എടുത്തു, അതിന് ഇത്ര ബാക്കിയുണ്ട്, ആ റെക്കോർഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. മറ്റു മരുന്നുകളെക്കാൾ കൂടുതൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത് ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും വ്യതിയാനം വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ്, ഇത് മിസ്യൂസ് ചെയ്യാനായിട്ട് ആരെങ്കിലും എടുത്തിട്ടുണ്ട് അല്ലെ, പെൽഫ്രേജ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്, അതായത് കള്ളന്മാർ മോഷ്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എപ്പോഴും ഇതങ്ങനെ അതിന്റെ റെക്കോർഡ്സ് വേണം. ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് അണ്ടർ ലോക്ക് ആൻഡ് കീ. എപ്പോഴും താഴിട്ട് പൂട്ടി തന്നെ ഇത്തരം നാർക്കോട്ടിക് ഡ്രഗ്സ് കീപ്പ് ചെയ്യണം. അപ്പൊ അതാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് സംബന്ധമായിട്ടുള്ള സ്റ്റോറേജ് കാര്യങ്ങൾ. ക്ലിയർ? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആണ്. ഇൻഫ്ലേമബിൾ, പെട്ടെന്നൊക്കെ എന്താ പറയാ ലീക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ എന്താ പറയാ വായുവിലേക്കൊക്കെ കലർന്ന് പെട്ടെന്ന് ഫ്ലെയിം ചെയ്യാനൊക്കെ ഉള്ള സാധ്യതകളൊക്കെ കൂടുതലുള്ള ഡ്രഗ്സ് ആണ്. അതിനും ഡിഫറെന്റ് ആയിട്ടുള്ള എൻക്ലോഷർ, വേറെ ഒരു അടച്ചുറപ്പുള്ള സ്ഥലത്ത് കീപ്പ് ചെയ്യേണ്ട സാധനങ്ങൾ തന്നെയാണ്. അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് സ്പിരിറ്റ്, ഗ്യാസ് ആൻഡ് കെമിക്കൽസ്. സ്പിരിറ്റ്സ്, അതുപോലെ തന്നെ ഗ്യാസ്, അതുപോലെ തന്നെ മറ്റ് കെമിക്കൽസ്, ഇതൊക്കെ ഡിഫറെന്റ് എൻക്ലോഷർ, വേറെ ഭാഗത്ത് ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് ജനറൽ ഡ്രഗ്സിന്റെ കൂടെയല്ല നാർക്കോട്ടിക്സിന്റെ കൂടെയല്ല നമ്മളുടെ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ഒക്കെ വേറെ സെപ്പറേറ്റ് തന്നെ കീപ്പ് ചെയ്യാം. And while keeping അല്ലെങ്കിൽ storing these spirit, gas or chemicals, sufficient ventilation should be given and firefighting emergencies or arrangements. അതായത് ഇതിന് ഇത്തരം സാധനങ്ങൾ വെക്കുന്ന ആ ഇടവില്ലേ, ഇങ്ങനെ ഭയങ്കരമായിട്ട് അടച്ചു പൂട്ടി ഒരു തരി പോലും എയർ പാസേജ് ഇല്ലാത്ത സ്ഥലത്ത് വെക്കരുത്. പ്രോപ്പർ വെന്റിലേഷൻ കൊടുക്കണം. ഒരു വെന്റിലേഷന് വേണ്ടി ചെറിയൊരു ഇത് മാത്രമല്ല, ഫയർ ഫൈറ്റിംഗ്, അതായത് പെട്ടെന്ന് എങ്ങാനും ഇതിൽ നിന്നൊക്കെ തീപിടുത്തമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്. ഇന്ന് ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ കാണാം അല്ലെ, ഒരു സിലിണ്ടർ ഒക്കെ എവിടെയെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് തൂക്കിയിട്ടൊക്കെ കണ്ടില്ലേ, കുഞ്ഞൊരു സിലിണ്ടർ കണ്ടിട്ടുണ്ടോ? എന്തിനാ? ഫയറൊക്കെ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊക്കെ എന്താ പറയാ കെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റുകൾ കൃത്യമായിട്ട് അവിടെ വേണം. ഈ കെമിക്കൽസ്, സ്പിരിറ്റ്, ഗ്യാസ് ഒക്കെ വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ് കൃത്യമായിട്ട് വേണ്ടതാണ്. കാരണം ഇൻഫ്ലേമബിൾ ആണത്. ഓക്കെ, ആൻഡ് ഓൾസോ എക്സോസ്റ്റ് ഫാൻസ്, മാത്രമല്ല എയർ പാസേജിന് വേണ്ടി എക്സോസ്റ്റ് ഫാൻസും. അപ്പൊ ആ മുറിയിൽ ഇങ്ങനെ പ്രോപ്പർ വെന്റിലേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുനിന്ന് ഇങ്ങനെ വലിയ ആവശ്യമില്ലാത്ത കുറെ ഇതിങ്ങനെ തങ്ങി നിൽക്കാതെ ഇപ്പുറത്തേക്ക് വലിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള എക്സോസ്റ്റ് ഫാൻസും ഇത്തരം ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് കീപ്പ് ചെയ്യുന്ന സ്ഥലത്ത് വേണ്ടതാണ്. ഓക്കെ, അപ്പോ അത് ഡിഫറെന്റ് സ്ഥലത്ത് വെക്കണം. അതുപോലെ തന്നെ പ്രോപ്പർ വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കണം. ആൻഡ് എക്സോസ്റ്റ് ഫാൻസ് ഉണ്ടായിരിക്കണം ടു എയർ പാസേജ്, അതായത് എയർ നല്ല രീതിയിൽ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ കോൾഡ് സ്റ്റോറേജ് ആണ്. കോൾഡ് സ്റ്റോറേജ്, ഇനി നമുക്ക് എന്താ പറയാ ചില മരുന്നുകൾ എന്ത് ചെയ്യണം, ഫ്രീസ് ചെയ്ത്, അതായത് കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കീപ്പ് ചെയ്യേണ്ട മെഡിസിൻസും ഉണ്ട്. അതിനെയാണ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് എന്ന് വിളിക്കുക. ഡ്രഗ്സ് സച്ച് ആസ് ആന്റിബയോട്ടിക്സ്, വൈറ്റമിൻസ്, പിന്നെ ലിവർ എക്സ്ട്രാക്ട്സ്, ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ, ആന്റിബയോട്ടിക്, ലിവർ എക്സ്ട്രാക്ട്സ് ആൻഡ് വൈറ്റമിൻസ് ഷുഡ് ബി kept in cold storage room with 15 degrees Celsius to 20 degrees Celsius എന്നാണ് കേട്ടോ. 15% എന്നുള്ള സൈനാണൊക്കെ അവിടെ കിടക്കണം. അത് തെറ്റാണ്, അതൊന്ന് ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ അതൊന്ന് വെട്ടിയിട്ട് അവിടെ ഡിഗ്രി സെൽഷ്യസ് എന്നാക്കാം. നമുക്ക് ഇങ്ങനെ ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എഴുതാൻ എല്ലാവർക്കും അറിയാലോ അല്ലെ. 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള തണുപ്പ് കിട്ടുന്ന അത്രയും രീതിയിലാണ് ഏത് ചെയ്യേണ്ടത്, വൈറ്റമിൻസ്, അതുപോലെ ആന്റിബയോട്ടിക്സ്, ലിവർ എക്സ്ട്രാക്റ്റുകൾ ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചാണ് വെക്കണം. ആൻഡ് ദ റൂം ഷുഡ് ബി എയർ കണ്ടീഷൻഡ് വിത്ത് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള AC, അതായത് എയർ കണ്ടീഷൻ ഫെസിലിറ്റിയും ആ റൂമിൽ അത്തരം മരുന്നുകൾ, കോൾഡ് സ്റ്റോറേജ് മരുന്നുകൾ വെക്കേണ്ട
സ്ഥലത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ആൻഡ് ചില ഡ്രഗ്സ് സച്ച് ആസ് വാക്സിൻസ്, സെറ, ഹോർമോൺസ് എക്സെട്ര ഹാവ് ടു ബി സ്റ്റോർഡ് ടു 2 degree to 8 degree Celsius. ഇനി അതിനും താഴെ, അതായത് നേരത്തെ പറഞ്ഞത് വൈറ്റമിൻസും ലിവർ എക്സ്ട്രാക്ട്സും ആന്റിബയോട്ടിക്സും ഒക്കെയാണ് അല്ലെ, അത് 15 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ സെൽഷ്യസിലുള്ള എന്താ പറയാ കൂളിംഗ് ആണ് അതിന് കൊടുക്കേണ്ടതെങ്കിൽ വാക്സിൻസ്, സെറ, അതുപോലെ ഹോർമോണുകൾ അതൊക്കെ 2 ഡിഗ്രി അതിനേക്കാളും ബിലോ പോണം കേട്ടോ. അപ്പൊ ഈ 2 ഡിഗ്രി മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഡീപ്പ് ഫ്രീസിംഗ് ഫെസിലിറ്റി ആണ് അതിന് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു കൂളറിനകത്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് മാത്രമല്ല, there should be placed a temperature exhibiting dial thermometer and a temperature charting. അതായത് ടെമ്പറേച്ചർ കാണിക്കാൻ വേണ്ടിയിട്ടേ എന്തെങ്കിലും ഒരു ഡയൽ തെർമോമീറ്റർ, അതായത് ആ മുറിയുടെ ടെമ്പറേച്ചർ എത്രയുണ്ട് എന്ന് എപ്പോഴും അവിടെ എന്താ പറയാ കാണിക്കുന്ന ഒരു മെഷീനാണ് ഡയൽ തെർമോമീറ്റർ. അത് പ്ലേസ് ചെയ്തിരിക്കണം. മാത്രമല്ല ആ ടെമ്പറേച്ചർ എപ്പോഴും ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അത് ഇത്ര ഇതിന്റെ ബിലോ ഈ പറയുന്ന അനുസരിച്ചുള്ള ടെമ്പറേച്ചർ ലെവലിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ ബിയോണ്ട് അതിൽ കൂടുതലോ കുറവൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും അത്തരം മെഡിസിൻസിന്, ഡ്രഗ്സിന്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡയൽ തെർമോമീറ്റർ അവിടെ എന്ത് ചെയ്യുന്നത്, എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡയൽ തെർമോമീറ്റർ ഷുഡ് ബി കെപ്റ്റ് ആൻഡ് ഓൾസോ ടെമ്പറേച്ചർ ചാർട്ടിംഗ് ഷുഡ് ബി ഡൺ. ടെമ്പറേച്ചറിന്റെ ചാർട്ടിങ്ങും കൃത്യമാക്കി നോക്കുക, വിലയിരുത്തുക. അപ്പൊ ഇതൊക്കെയാണ് കോൾഡ് സ്റ്റോറേജ്, ഡീപ്പ് ഫ്രീസിംഗ് ഒക്കെ ആവശ്യമുള്ള മരുന്നുകൾ വെക്കേണ്ട ഒരു രീതി, സ്റ്റോർ ചെയ്യേണ്ട. ആന്റിബയോട്ടിക്സ്, വൈറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട്സിന് 15 ഡിഗ്രി സെൽഷ്യസ് ടു 2 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ വൈറ്റമിൻസ്, സെറ, ഹോർമോൺസ് ഇതിനൊക്കെ 2 ഡിഗ്രി ടു 8 ഡിഗ്രി സെൽഷ്യസ്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആ 2 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ക്ലിയർ ആണോ? കോൾഡ് സ്റ്റോറേജ് മനസ്സിലായില്ലേ? യെസ്. അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. മെഡിക്കേഷൻ പ്രൊസീജിയേഴ്സ് ആണ്. ഇനി എങ്ങനെയാണ് മരുന്നുകൾ കൊടുക്കുന്നതുമായിട്ടുള്ള ചില പ്രൊസീജിയേഴ്സ് ഒക്കെയാണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. See, we know that the doctors are the making the description or prescription for the patients. അതായത് നമുക്കറിയാം, നമ്മൾ മരുന്നിന് വേണ്ടി ചെല്ലുമ്പോൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് നിന്നാണ് ആദ്യം ഈ പറയുന്ന മരുന്നുമായി ബന്ധപ്പെട്ട കാര്യത്തിന് നമ്മൾ ആദ്യം റീച്ച് ചെയ്യുന്നത് ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സിന്റെ അടുത്താണ്. ആൻഡ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ദ മെഡിസിൻസ്. ഈ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, നമുക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നു. ഈ മെഡിസിനിൽ ഹോസ്പിറ്റൽസിലെ ഡോക്ടർമാർ എഴുതുന്ന മരുന്നുകളെ എല്ലാം തന്നെ നമുക്ക് റീഡബിൾ ആണോ, വായിക്കാൻ പറ്റുന്നതാണോ? ആലോചിച്ച് നോക്കിയേ. എല്ലാം നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റില്ലല്ലോ. ചിലതൊന്നും നമുക്ക് ഇങ്ങനെ ആദ്യത്തെ അക്ഷരം വായിക്കാൻ പറ്റും, പിന്നെ ഇങ്ങനെ ആയിരിക്കും അല്ലെ, ഒന്നും മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാകുന്നില്ല അല്ലെ. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ എന്താ മരുന്ന് ഇട്ടൊന്ന് മേടിച്ചുകൊണ്ട് നമ്മൾ പോകാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ മരുന്നുകൾ നമുക്കെന്നല്ല, ആ ഹോസ്പിറ്റലിന്റെ ഫാർമസിക്കകത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നില്ല. ഫോർ ദാറ്റ് പർപ്പസ്, അപ്പൊ അതിന് വേണ്ടിയിട്ട് the nurses transcribed this prescribed medicines by the use of some electronic machines with the use of HIS, hospital information system. അതായത് ഹോസ്പിറ്റലിന്റെ HIS എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ടെക്നോളജി, നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന്റെ സഹായത്തോടെ ഒരു പ്രത്യേകം ഇലക്ട്രോണിക് മെഷീൻ ഉണ്ട്. ഈ ഇലക്ട്രോണിക് മെഷീൻ ഉപയോഗിച്ച് നഴ്സസ് എന്ത് ചെയ്യുന്നു, ഈ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ വേറെ നമ്മളുടെ ശരിക്കുള്ള മെഡിസിന്റെ പേരിലേക്ക് കൊണ്ടുവരും. ആൻഡ് ഫാർമസി ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് അതുമായിട്ട് കൈകാര്യം ചെയ്യുന്ന മരുന്നുകളുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും. അതിന്റെ ആ ഒരു മരുന്നുകളെ എന്താ പറയാ ട്രാൻസ്ക്രൈബ് ചെയ്ത മരുന്നിനെ ബൈ ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് മെഷീൻ തന്നെ എന്ത് ചെയ്യുന്നു, നേഴ്സ് ഇങ്ങനെ മാറ്റി ട്രാൻസ്ക്രൈബ് ചെയ്ത് വേറെ രീതിയിലേക്ക് ആക്കിയ മെഡിസിൻസ് ദേ വിൽ ഫോം ഇറ്റ് ഇൻ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ്. ഇതെന്താക്കി മാറ്റും, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് അത് പ്രിന്റഡ് ഫോമിലേക്ക്, അതായത് നമുക്ക് വ്യക്തമായിട്ട് ആ മെഡിസിന്റെ പേര് വായിക്കാൻ പറ്റുന്ന പ്രിന്റഡ് ഫോമിലേക്ക് അതിനെ മാറ്റും അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ്. അപ്പൊ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും, നേഴ്സ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഏതുപയോഗിച്ച്? ഇലക്ട്രോണിക് മെഷീൻ ഉപയോഗിച്ച്. ആ ഇലക്ട്രോണിക് മെഷീൻ ഉപയോഗിച്ച് നേഴ്സ് ട്രാൻസ്ക്രൈബ് ചെയ്ത ആ മെഡിസിൻസ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഇൻ ഹോസ്പിറ്റൽ ഫാർമസി ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് അത് മെഡിക്കേഷൻ ഓർഡർ ആക്കി അത് അവര് എന്താ പറയാ മരുന്നിന്റെ ഒരു ഓർഡർ ഷീറ്റ് ആക്കി മാറ്റുന്നു. ആൻഡ് അത് ആ ഓർഡർ ഷീറ്റ് നോക്കിയിട്ടാണ് ഡിസ്പെൻസേഴ്സ് എന്ന് വെച്ചാൽ ആരാ, മരുന്നുകൾ എടുത്തു കൊടുക്കുന്ന ആളുകള് മരുന്ന് എടുക്കേണ്ടത് ഷെൽഫിൽ നിന്നൊക്കെ നിരത്തി വെച്ചിരിക്കുന്ന മരുന്നുകളുടെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മരുന്നുകൾ ഈ പ്രിന്റഡ് ഫോം നോക്കിയിട്ടാണ് ദേ ഒബ്റ്റെയിൻ ദ മെഡിസിൻസ് ഫ്രം ദ ഷെൽഫ്സ്. എവിടെന്ന്? ഷെൽഫിൽ നിന്ന് മരുന്നുകൾ നമുക്ക് ഈ ഓർഡർ ഫോമിലേക്ക് നോക്കി. അല്ലാണ്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത അതേ ഫോമാറ്റിലെ മെഡിസിൻസ് നോക്കിയിട്ടല്ല ഇവര് നമുക്ക് തന്നെ. ഇവര്
ഇത് നഴ്സുമാർ അത് ട്രാൻസ്ക്രൈബ് ചെയ്ത് ഇലക്ട്രോണിക് മെഷീന്റെ സഹായത്തോടെ ഒരു എന്താ പറയാ വേറെ രീതിയിലേക്ക് ആക്കും. അതിന്റെ ആ ഇലക്ട്രോണിക് മെഷീന്റെ സഹായത്തോടെ അവരാക്കി മാറ്റിയത് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഒരു മെഡിക്കേഷൻ ഓർഡർ ആക്കും, ഓർഡർ ഷീറ്റ്. എന്നിട്ട് അതിൽ നോക്കിയിട്ടാണ് ഈ മരുന്ന് എടുക്കുന്ന ആളുകൾ അവിടെ പോയിട്ട് ആ ഷെൽഫ്സിൽ നിന്ന് മരുന്നുകളൊക്കെ എടുക്കുക. അതാണ് ആ എടുത്ത് എഴുതി വെച്ചേക്കണേ. ആൻഡ് ദ മെഡിസിൻസ് വിൽ ബി കെപ്റ്റ് അലോങ് വിത്ത് ദ മെഡിക്കേഷൻ. ഈ മെഡിസിൻസും അതുപോലെ തന്നെ ഈ മെഡിക്കേഷൻ ഓർഡർ ഷീറ്റും ഒരുമിച്ച് ഇവിടെ വന്നിട്ട് അത് എടുത്ത് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യും. ഒരു എവിടെയെങ്കിലും ചെറിയൊരു ഭാഗത്ത് ഓരോ പേഷ്യൻസിന്റെ പൈസ അങ്ങോട്ട് കൊടുക്കും, വെക്കും. അങ്ങനെ അറേഞ്ച് ചെയ്ത് ഇപ്പൊ ഒരു മെഡിക്കേഷൻ ഓർഡർ എടുത്തു. അവിടെ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു എന്ത് എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ ഫാർമസി. ഫാർമസിയിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ ഏതാണ്? ആദ്യത്തെ പറഞ്ഞ എന്താ? പ്രിസ്ക്രിപ്ഷൻ കേസ്. വായിച്ചു നോക്കിയായിരുന്നോ? പ്രിസ്ക്രിപ്ഷൻ കേസ് എന്ന് പറഞ്ഞൊരു സാധനം വായിച്ചോ നമ്മള്? പ്രിസ്ക്രിപ്ഷൻ ട്രേ അല്ലെങ്കിൽ കേസ് ഇല്ലേ? എക്യുപ്മെന്റ്സ് പറഞ്ഞില്ലേ? അപ്പൊ അവിടെ ഒരു കേസ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ നിന്ന് ഇവർ ഈ പറഞ്ഞ ഈ മെഡിക്കേഷന്റെ ആ ഒരു ഓർഡർ ഷീറ്റ് എടുക്കും. അത് പോയിട്ട് ഷെൽഫിൽ നിന്ന് അവർ മരുന്നുകളൊക്കെ എടുത്തോണ്ടെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും? എവിടെയെങ്കിലും ഒരു ചെറിയ വേറെ ബോക്സ് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ കൊണ്ടുവന്ന് ഈ ഓർഡർ ഷീറ്റും അതിന്റെ ഒപ്പം മരുന്നുമായിട്ട് അവിടെ വെക്കും. അപ്പൊ ഒരു പേഷ്യന്റിന് കഴിഞ്ഞു. ഇനി അടുത്തത് ആളുടെ എടുക്കും, ട്രെയിനിൽ നിന്ന് ആ കേസിൽ നിന്ന് എടുക്കും, വീണ്ടും ആളുടെ പോയി മെഡിസിൻസ് എടുക്കും, അത് വേറെ ബോക്സിൽ വെക്കും. അങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്തു? ഓർഡർ അനുസരിച്ച് ഓരോ പേഷ്യൻസ് അനുസരിച്ച് അത് കൊണ്ട് വെക്കും. ആഫ്റ്റർ ദാറ്റ് ഇത് വെച്ച മാത്രം പോരാ. ആഫ്റ്റർ ദാറ്റ് മേക്ക് ദ ക്രോസ് ചെക്കിംഗ്. ഫാർമസിസ്റ്റ് എടുത്തു കൊടുക്കുന്നതിനൊക്കെ മുമ്പ് ഇതിങ്ങനെ എടുത്ത് വേഗം പേഷ്യന്റിന് അപ്പൊ തന്നെ എടുത്ത് കൊടുക്കല്ല. അവര് അതെടുത്ത് ഇവരിവിടെ കൊണ്ടുവന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഷെൽഫിൽ നോക്കിയിട്ട് ഡിസ്പെൻസ് ചെയ്യുന്ന ആൾക്കാർ അതൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അത് അവര് എന്ത് ചെയ്യുന്നു? ക്രോസ് ചെക്ക് ചെയ്യും. ഫാർമസിസ്റ്റുകൾ അതൊന്നുകൂടി നോക്കും. ഈ പറയുന്ന പേഷ്യന്റിന്റെ മരുന്നുകൾ തന്നെയാണോ, ഈ എഴുതി വെച്ചേക്കണ മരുന്ന് തന്നെയാണോ കൊണ്ടുവന്ന് വെച്ചേക്കണേ? മനുഷ്യരല്ലേ, തെറ്റൊക്കെ പറ്റാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതൊന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യണം. ഒന്നല്ല, രണ്ടല്ല, 3, 4 പ്രാവശ്യം ചെയ്തോട്ടെ. കാരണം പിന്നീട് നമുക്ക് കയ്യബദ്ധങ്ങൾ വരാൻ പാടില്ല. കാരണം ഇതൊരു മനുഷ്യന്റെ ലൈഫ് വെച്ചിട്ടുള്ള ഒരു കളിയാണ്. അതുകൊണ്ട് വേറെ എന്തിന് ഇത് വന്നാലും നമുക്ക് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കൊടുക്കുന്ന ടെസ്റ്റുകളും അല്ലെങ്കിൽ ചെയ്യുന്ന ഓപ്പറേഷൻസും ഒക്കെ നമുക്ക് കയ്യബദ്ധത്തിൽ ഒന്നും വരാൻ പാടില്ല, അല്ലെ? അപ്പൊ അതൊക്കെ ഒരുപാട് പ്രാവശ്യം എന്താ പറയാ പ്രാർത്ഥിച്ചും ഒരുപാട് പ്രാവശ്യം ചെക്ക് ചെയ്തൊക്കെ ആയിരിക്കും ഇവരിതൊക്കെ കൈകാര്യം ചെയ്യുക. അപ്പൊ അത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഫാർമസിസ്റ്റ് മെഡിക്കേഷൻസ് എല്ലാം ക്രോസ് ചെക്ക് ചെയ്യുന്നു. ആഫ്റ്റർ വെരിഫിക്കേഷൻ, ഈ ക്രോസ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ദ മെഡിക്കേഷൻസ് വിൽ ബി പുട്ട് ഇൻ ടു സ്മോൾ ബാഗ് അക്കോർഡിംഗ് ടു ദ പേഷ്യന്റ് വൈസ്. എന്ന് വെച്ചാൽ പേഷ്യൻസിന്റെ അതനുസരിച്ച് ഓർഡർ അനുസരിച്ചിട്ട് ഈ മെഡിക്കേഷൻ ഓർഡറും മെഡിസിൻസും ഓരോ കുഞ്ഞു കുഞ്ഞു ബാഗുകളിലേക്ക് ആക്കി മാറ്റുന്നു, അത് വെക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേ വിൽ ബി ലേബലിംഗ്. അതിനുശേഷം അവർ ചെയ്യുന്നത് എന്താ? ലേബലിംഗ് ചെയ്യും. ആവശ്യമുണ്ടെങ്കിൽ അതായത് മരുന്നുകൾ ഇങ്ങനെയൊക്കെ കഴിക്കണം, ഇന്ന സമയത്ത് കഴിക്കണം. മരുന്നിന്റെ പേരും ചിലപ്പോഴൊക്കെ ഇപ്പൊ ഹോസ്പിറ്റൽസിൽ മിക്കോടത്തും ഓരോ ആ സ്മോൾ പാക്കറ്റിന്റെ മുകളിൽ മെഡിസിന്റെ പേര് ഉൾപ്പെടെ എഴുതുന്നുണ്ട്, അല്ലെ? അപ്പൊ അതുണ്ടെങ്കിൽ അത് എഴുതണം. ദെൻ സബ്മിറ്റ് ദ മെഡിക്കേഷൻസ് പേഷ്യന്റ് വൈസ് ടു ദ നഴ്സസ്. അതിനുശേഷം ആ മരുന്നുകളെല്ലാം എടുത്തിട്ട് ഇപ്പൊ പല ഫ്ലോറിലേക്കൊക്കെ ഓരോ ഇൻപേഷ്യൻസ് ആയിട്ടുള്ള ആളുകളിലേക്ക് കൊടുക്കണമെങ്കിൽ ഹു ആർ റെസ്പോൺസിബിൾ, ആ ഒരു ഫ്ലോറിൽ അല്ലെങ്കിൽ ഇന്ന വാർഡിന്റെ ഫ്രണ്ടില് റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സസ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇത് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ഈ മെഡിസിൻസ് when they are given to the nurses to the respective floors, ഈ ഓരോ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഫ്ലോർസിൽ നിൽക്കുന്ന നഴ്സുമാർക്ക് ആ മെഡിസിൻസ് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവരപ്പൊ തന്നെ അത് കിട്ടിയത് കൊണ്ട് ഓടുകയല്ല ചെയ്യുക. they have to verify. അവരും ചെക്ക് ചെയ്യണം എന്ത് ദ ക്വാണ്ടിറ്റി ആവശ്യത്തിന് ഉണ്ടോ, ഈ അവിടെ കിടക്കുന്ന പേഷ്യൻസിന് കൊടുക്കാൻ ആവശ്യത്തിനുള്ള എന്താ പറയാ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, 4 നേരം കൊടുക്കണോ, 3 നേരം കൊടുക്കണോ, അതിന് ആവശ്യത്തിനുള്ള മരുന്ന് അവർ എടുത്തിട്ടുണ്ടോ, തന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. അത് അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ അവിടുന്ന് ഫാർമസി വിട്ട്. ദെൻ ഗിവ് ദ മെഡിക്കേഷൻസ് ടു ദ പേഷ്യൻസ്. അതിനനുസരിച്ച് ആ കൊണ്ടുപോയ മെഡിസിൻസ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക. അതാണ് മെഡിക്കേഷൻ പ്രൊസീജിയർ. ആൻഡ് സംടൈംസ് ദ പേഷ്യൻസ് മേ ആസ്ക് ഓർ മേക്ക് ഇന്റന്റ് ഫോർ ദാറ്റ് HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ചില പേഷ്യൻസ് എന്ത് ചെയ്യുന്നറിയോ, അവരുടെ ഇന്റന്റ് ആവശ്യപ്പെടാം. എന്ന് വെച്ചാൽ അവർക്ക് പോകുന്ന സമയത്ത് ദേ മേ ആസ്ക് ഫോർ ദ ഓർഡർ, അതായത് അവരുടെ മെഡിക്കേഷൻ മരുന്ന് സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റ് സംബന്ധമായിട്ടുള്ള ചില കേസ് ഷീറ്റുകളൊക്കെ ചിലപ്പോൾ ആവശ്യപ്പെടാം. അപ്പൊ അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിനു മുമ്പ്, അത്തരം ആവശ്യപ്പെടുമ്പോൾ അത് കൊടുക്കുന്നതിന് മുമ്പ്, പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് വാട്ട് ഓൾ തിങ്സ് ഹാവ് ടു ബി ചെക്ക്ഡ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവര്. ഇത് പേഷ്യൻസിലെ അവരുടെ കേസ് ഷീറ്റ് ആവശ്യപ്പെടാമെന്ന്, അതായത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യൻസ് അവർ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പ് അവരുടെ കേസ് റെക്കോർഡുകളൊക്കെ വേണമെങ്കിൽ ആവശ്യപ്പെടാം. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യാം. എല്ലാവർക്കും അല്ല, എന്തെങ്കിലും സ്പെഷ്യൽ കേസസിലൊക്കെ വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ബിഫോർ പ്രൊവൈഡ്
പ്രൊവൈഡിങ് ഇറ്റ്, അത് കൊടുക്കുന്നതിന് മുമ്പ് ദേ ഹാവ് ടു ചെക്ക്. എന്തൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? പേഷ്യന്റിന്റെ ID നമ്പർ, ഏത് ID നമ്പറിലാണ് അവരെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്, പേഷ്യന്റിന്റെ ബെഡ് നമ്പർ, അവരുടെ പേര്, then dose and dosage of written prescription, അവരുടെ മരുന്നുകൾ എന്തൊക്കെയായിരുന്നു കൊടുത്തിരുന്നത്, അതിന്റെ ഡോസും എത്ര തവണ കൊടുത്തിരുന്നു എന്നുള്ളതും അതും വേണം എഴുതി വെക്കാനായിട്ട്. സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ, പേഷ്യന്റിന് കൊടുക്കേണ്ട മെഡിസിൻസ് നേരത്തെ തന്നെ അവർക്ക് അത് കൊടുത്തു വിടേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്യാബിനറ്റിൽ നേരത്തെ തന്നെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യണം. ആൻഡ് ഓൾസോ ലാസ്റ്റ് ഇന്റന്റ് റിസീവ് പേപ്പർ, അതിന് വേണ്ടിയിട്ടുള്ള ഇന്റന്റ് വാങ്ങിക്കുക. കേസ് ഷീറ്റ് വേണമെന്നുള്ളതിന് ഒരു ഇന്റന്റ് റിട്ടേൺ ഫോമിൽ അവരുടെ നിന്ന് വാങ്ങിക്കാൻ വേണം. അപ്പൊ ഇതൊക്കെ അവര് ശ്രദ്ധിക്കുക. ഒരു ലാസ്റ്റ് കേസ് ഷീറ്റ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ എന്തൊക്കെയാണ്? പേഷ്യന്റ് ID നമ്പർ, ബെഡ് നമ്പർ, പേര്, നെയിം കേട്ടോ, ഡോസ് ആൻഡ് ഡോസേജ് ഓഫ് മെഡിക്കേഷൻസ്, പിന്നെ സ്റ്റോർ ഇൻ അഡ്വാൻസ് ദ മെഡിസിൻസ് ഇൻ ക്യാബിനറ്റ് ആൻഡ് ഓൾസോ ലാസ്റ്റ് ഇന്റന്റ് റിസീവ് പേപ്പർ. അതൊക്കെ ക്ലിയർ ആണോ? മനസ്സിലായോ? ഇതൊക്കെയാണ് മെഡിക്കേഷൻ പ്രൊസീജിയർ ഇൻ ഹോസ്പിറ്റൽ ഫാർമസി. അത് ആ ഒരു മോളിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ഒരു ഓർഡർ അനുസരിച്ച് പഠിച്ചു വന്നാൽ മതി. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ നഴ്സസ് ഇലക്ട്രോണിക് മെഷീൻ യൂസ് ചെയ്ത് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു. ആ ഇലക്ട്രോണിക് മെഷീൻ ഉപയോഗിച്ച് ട്രാൻസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് ആക്കി മാറ്റുന്നത് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ആണ്. Dispensers obtain the medicines from the shelves according to this medication order. ഓർഡർ ഷീറ്റ് ഉപയോഗിച്ച് അവര് മെഡിസിൻസ് അവിടെ നിന്ന് ഡിസ്പെൻസ് ചെയ്യുന്നു. ആൻഡ് അതിനുശേഷം ഇറ്റ് വിൽ ബി കെപ്റ്റ് ഇൻ എ സ്മോൾ പാക്കറ്റ്, അല്ലെങ്കിൽ സ്മോൾ മെഡിക്കേഷൻ കാർട്ടൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരിക്കും. അതിനകത്തേക്ക് അവർ വെക്കുന്നു അലോങ് വിത്ത് ദിസ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് ഒപ്പം. ആ ഷീറ്റും വേണം, അതോടൊപ്പം തന്നെ മരുന്നുകളും വെക്കുന്നു. ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ദ മെഡിക്കേഷൻസ്, ഫാർമസിസ്റ്റ് അത് ക്രോസ് ചെക്ക് ചെയ്യുന്നു. എന്തിനു വെച്ചാൽ അവിടെ എടുത്തു വെച്ചിരിക്കുന്ന മെഡിസിൻസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം all the medicines will be kept in medications properly according to the patient wise, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ എണ്ണം അല്ലെങ്കിൽ പേരും മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അതനുസരിച്ച് അത് കീപ്പ് ചെയ്യുന്നു. ലേബലിംഗ് വേണമെങ്കിൽ അത് ചെയ്യുന്നു. ആൻഡ് എന്ത് ചെയ്യുന്നു? സബ്മിറ്റ് ദ മെഡിക്കേഷൻസ് പേഷ്യന്റ് വൈസ് ടു ദ ഫ്ലോറിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സ് ആരാണോ അവരിലേക്ക് കൊടുക്കുന്നു. ആ നഴ്സ് അത് കിട്ടുന്ന പാടെ ഓടുകയല്ല, ദേ ഹാവ് ടു ചെക്ക് ദ ക്വാണ്ടിറ്റി അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്, അതായത് ക്വാണ്ടിറ്റി ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഗിവ് ദ മെഡിക്കേഷൻസ് ടു ദ പേഷ്യൻസ് ആൻഡ് ടു റിസീവ് ദ ലാസ്റ്റ് ഇന്റന്റ് സ്വീകരിക്കാം. പക്ഷെ അതിനു മുമ്പ് ദേ ഹാവ് ടു ചെക്ക്, ഈ പറയുന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എന്നാണ്. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത നോക്കാം. സമയം ഇനി കളയുന്നില്ല ഞാൻ. ഫിനാൻസ്. എന്ത് ഫിനാൻസ്? ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലില് എങ്ങനെയൊക്കെയാണ് ഫണ്ട് വരുന്നത്, പ്രോപ്പർ ഫണ്ടിങ് എവിടെ നിന്നൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ വരുമാന മാർഗം എന്തായിരിക്കും? ദ പ്രൈമറി സോഴ്സ് ഓഫ് ഫിനാൻസ് ഓർ ഫണ്ട് ഇൻ എ ഹോസ്പിറ്റൽ ഈസ് the charge obtained from the patients. അവിടെ വന്നു പോകുന്ന രോഗികളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ചാർജ്, അത് തന്നെയാണ് പ്രൈമറി സോഴ്സ് അല്ലെ. ഏത് ഹോസ്പിറ്റൽസിലും അവിടെ വന്ന് രോഗവുമായിട്ട് വരുന്ന രോഗികളിൽ നിന്ന് കിട്ടുന്ന ചാർജ് തന്നെയാണ് പ്രൈമറി സോഴ്സ് ഓഫ് ഫിനാൻസ്. മനസ്സിലായോ? വേറെ ഏത് മുഖേന വരുന്ന ഫണ്ടും അല്ല. പ്രൈമറി സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഇൻകം ഒരു ഹോസ്പിറ്റലിന്റെ എന്ന് പറയുന്നത് വിച്ച് ഈസ് റിസീവ്ഡ് ഫ്രം ദ പേഷ്യൻസിൽ നിന്ന് കിട്ടുന്നത്. ഡോക്ടേഴ്സിന്റെ ഫീസ് ആയിട്ടായിരിക്കാം, മെഡിസിൻസ് ആയിട്ടായിരിക്കാം, ലാബ് ടെസ്റ്റുകൾ നടത്തിയതിന്റെ ആയിരിക്കാം, ഓപ്പറേഷൻസ് ചെയ്തതിന്റെ ആയിരിക്കാം, മറ്റേതെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്തതിന്റെ ആയിരിക്കാം. എന്തായാലും ഇതെല്ലാം നിന്ന് കിട്ടുന്ന ഒരു ഇൻകം, അതാണ് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രൈമറി സോഴ്സ് അല്ലാതെ the charges which is collected from the patients as well as from third party, ഇനി ആളുകളിൽ നിന്ന് കിട്ടുന്നതുമാകാം. പിന്നെന്താ? തേർഡ് പാർട്ടി ഇൻഷുറൻസ്, അതായത് ക്ലെയിം ഉള്ളവരുണ്ടായിരിക്കും അല്ല. അപ്പൊ അവര് ഫുൾ എമൗണ്ട്, ചിലർക്ക് ഒട്ടും പൈസ കൊടുക്കേണ്ടി വരില്ല. ഫുൾ എമൗണ്ട് വിൽ ബി പ്രൊവൈഡഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും അവരുടെ ട്രീറ്റ്മെന്റിന് ഫുൾ ആയിട്ടുള്ള എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലത് പാർഷ്യൽ ആയിരിക്കും, കുറച്ച് എമൗണ്ട് അവർ വഹിക്കേണ്ടി വരും, ബാക്കിയുള്ളത് മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കുന്നത്. അതൊക്കെ അതിൻ്റെതായ രീതി ഉണ്ടായിരിക്കും. ഓരോ രീതിയിലുള്ള ഇൻഷുറൻസ് ആവുമ്പോൾ ആ ഒരു വേയിലാണ് പോകുക.
ഓക്കെ. ദെൻ പിന്നെ ഇവിടെ റിസർച്ച് വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പുറത്തുനിന്നൊക്കെ ആളുകൾ വന്ന് നമ്മുടെ ഹോസ്പിറ്റൽസിൽ കണ്ണി കണ്ടവരൊന്നുമല്ല, ഹോസ്പിറ്റൽസിൽ വരേണ്ടതും റിസർച്ച് പഠനങ്ങൾക്കൊക്കെ വേണ്ടി വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു സ്ഥലമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. സോ സ്മോൾ എമൗണ്ട് അവരിൽ നിന്നും കുറച്ച് നമുക്കൊരു ഫണ്ട് പോലെയൊക്കെ നമുക്ക് റിസീവ് ചെയ്യാം. ബിക്കോസ് റിസർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ അവർക്ക് സൗകര്യവും സ്ഥലവും മറ്റും ഒക്കെ ഒരുക്കി കൊടുക്കാല്ലേ. അപ്പൊ അവിടെ നിന്ന് ഒരു ഫണ്ട് കിട്ടും. അതും ഒരു ഹോസ്പിറ്റലിന്റെ ഫിനാൻസിൽ വരുന്ന ഭാഗമാണ്. ദെൻ എന്താണ് എൻഡോമെന്റ് ഫണ്ടുകൾ, ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ഉന്നമനത്തിന് വേണ്ടിയിട്ട് പുറത്തുനിന്നൊക്കെ ഉള്ള ആളുകൾ പബ്ലിക്കിൽ നിന്ന് നമ്മുടെ ഹോസ്പിറ്റൽ, നമ്മുടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റൽ ഭയങ്കര എന്താ പറയാ വെൽ എക്യൂപ്ഡ് ആയിട്ടുള്ള ഹൈ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുന്ന ഒരു നല്ല ഹോസ്പിറ്റൽ നമ്മുടെ ഏറ്റവും അടുത്തുണ്ടാകേണ്ടത് നമ്മുടെ ഒരു ആവശ്യമല്ലേ അല്ലേ? കാരണം എന്താ, നമുക്കിപ്പോ എന്തെങ്കിലും വലിയ വൈയായികകളൊക്കെ വന്നു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് ദൂരേക്ക് വരെ ഓടി എത്തണ്ടേ അല്ലേ? നമുക്ക് ആ സമയത്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആകണം, കൊണ്ടുപോകാനുള്ള ആളുകൾ അവൈലബിൾ ആകണം അല്ലേ? ഒത്തിരി തടസ്സങ്ങൾ, ഒബ്സ്റ്റാക്കിൾസ് നമുക്ക് ആ സമയം ഫേസ് ചെയ്യും. അപ്പൊ അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ തൊട്ടടുത്ത് നമ്മളുടെ നിയറസ്റ്റ് പ്ലേസിൽ ആസ് സൂൺ ആസ് പോസിബിൾ വിത്തിൻ നോ ടൈം, സമയം ഒട്ടും തന്നെ കളയാതെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന അത്തരം ഒരു ഹോസ്പിറ്റൽസ്, വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് വേണം എന്നുള്ളത് ഒരു നാടിന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ്. അപ്പൊ അത്തരം ആഗ്രഹ പൂർത്തീകരണത്തിന് ആരൊക്കെ, പബ്ലിക് തന്നെ കുറെ എന്താ പറയാ ചെയ്യണം എന്തെങ്കിലുമൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പുറത്തു പോയി ജോലിയൊക്കെ ചെയ്യുന്ന ഒത്തിരി ആളുകളൊക്കെ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റൽസിൽ നല്ല എക്യുപ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വരട്ടെ. കാരണം നമ്മളുടെ വേണ്ടപ്പെട്ടവർ നാട്ടിൽ കിടക്കുകയാണ്. ഇപ്പൊ ഒത്തിരി എന്താ പറയാ രോഗങ്ങൾക്ക് ചികിത്സ മര്യാദയ്ക്ക് കിട്ടാതെ എന്താ പറയാ മരണം വരിക്കേണ്ടി വരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് അവര് നന്നായിരിക്കണം. അവരുടെ സേഫ്റ്റി, നമ്മൾ ദൂരെയാണെങ്കിലും അവർക്ക് ഒരു എന്താ പറയാ ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ വേണ്ടി വരും അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ തന്നെ നിയറസ്റ്റ് ഹോസ്പിറ്റൽസിൽ അത്തരം ഡെവലപ്മെന്റുകളൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചു പുറത്തുനിന്ന് ഇഷ്ടം പോലെ ആളുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്. സോ ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ ദാറ്റ് പർട്ടിക്കുലർ പർപ്പസ്. ആ ഒരു ഫണ്ട് അതിനുവേണ്ടി മാത്രമേ വിഡ്രോ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അല്ലാണ്ട് ഒരു പുതിയ ടെക്നോളജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആളുകൾ ഇങ്ങനൊരു ടെക്നോളജി കൊണ്ടുവരുന്നുണ്ട്, അതുമായിട്ട് അതിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എൻഡോമെന്റ് ആയിട്ടൊക്കെ തരാൻ ആഗ്രഹമുള്ളവരെയൊക്കെ അറിയിക്കുമ്പോൾ അവരൊക്കെ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ആ ഫണ്ട് അപ്പൊ അതിനുവേണ്ടിയേ ഉപയോഗിക്കാൻ പാടുള്ളൂ, മറ്റേതെങ്കിലും പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അത് ഓർത്തിരിക്കുക. അത് ഹോസ്പിറ്റൽ ഫാർമസി ശ്രദ്ധിക്കണം. ഓക്കെ. ആൻഡ് ഓൾസോ ഗിഫ്റ്റ്സ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ടുവേർഡ്സ് ജനറൽ ഫങ്ഷണൽ പർപ്പസ്. അതായത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ദൈനംദിന പ്രവർത്തനങ്ങളിലും ചിലപ്പോഴൊക്കെ ചില ഹോസ്പിറ്റൽസ് പല രീതിയിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടാകും. അതിനു വേണ്ടിയിട്ട് അത്തരം ഫെസിലിറ്റീസ്, അത്തരം ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെ സഹായിക്കാനായിട്ട് ചിലർ ഗിഫ്റ്റ് ആയിട്ടും കോൺട്രിബ്യൂഷൻസ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഹോസ്പിറ്റലിന്റെ ഫാർമസിയിലെ ഒരു ഫിനാൻസ് സോഴ്സ് ആണ്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഫിനാൻസ് സോഴ്സുകൾ. ആ സോഴ്സുകളുടെ പേര് ഓർത്തിരുന്നാൽ മതി. പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ്. രണ്ടാമത്തേത് പറഞ്ഞത് ചാർജ് ഗോട്ട് ഫ്രം ഐദർ ഫ്രം ദ പേഷ്യന്റ് ഓർ ഫ്രം തേർഡ് പാർട്ടി. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത് റിസർച്ച് വർക്കിൽ നിന്ന്. നാലാമത്തേത് ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ടുകൾ. അഞ്ചാമത്തേത് ഗിഫ്റ്റ്സ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഫോർ ജനറൽ പർപ്പസ്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റും കോൺട്രിബ്യൂഷൻസും. ക്ലിയർ ആണോ? റിസർച്ച് വർക്ക് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽസില് ഒരുപാട് പുതിയ മരുന്നുകളെയൊക്കെ കണ്ടുപിടിക്കണ്ടേ? പുതിയ രോഗങ്ങൾ വരുമ്പോ എന്താ പറയാ, ആ രോഗങ്ങൾക്കൊക്കെ എല്ലാത്തിനും നമ്മള് മരുന്നുകൾ ചിലപ്പോ റിസർച്ച് ചെയ്ത് ഗവേഷണം ചെയ്ത് ഡോക്ടർമാർ തന്നെയാണ് കുറേയൊക്കെ മരുന്നുകൾ കണ്ടുപിടിക്കണേ. ഇപ്പൊ കൊറോണയൊക്കെ വന്നു, അതിന് എന്ത് മെഡിസിൻ കൊടുക്കും അല്ലെ? റിസർച്ച് ചെയ്ത് ഒക്കെ കണ്ടുപിടിച്ചിട്ടാണ്. അത് ആദ്യം ഇങ്ങനെ ഒരു അസുഖം വരും എന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടൊന്നും ചില മെഡിസിൻസ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. മെഡിസിൻസിന്റെ പ്രത്യേകത അതാണ്. രോഗം വന്നു കഴിയുമ്പോഴാ അതിനുള്ള പ്രതിവിധി നമ്മൾ അന്വേഷിക്കുന്നുള്ളൂ. പക്ഷെ അതിനു മുമ്പ് അപ്പൊ കുറെ പേര് ചിലപ്പോ അത്തരം രോഗങ്ങൾ ഫേസ് ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, മരിച്ചിട്ടുണ്ടാകുമായിരിക്കാം. കാരണം അതിന് മെഡിസിൻസ് കണ്ടെത്തിയിരുന്നില്ല. പിന്നീട് അത് അധികം ആളുകളിലേക്ക് വന്നു കഴിയുമ്പോൾ അവരെ നമുക്ക് അത്തരം രോഗത്തെ എങ്ങനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് റിസർച്ച് എടുത്ത് കണ്ടുപിടിക്കണം. അപ്പൊ ഹോസ്പിറ്റൽസിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ അവിടുന്ന് ഒരു ഫണ്ട് കിട്ടും നമുക്ക് ആ റിസർച്ച് പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. അതാണ് റിസർച്ച് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്തത് പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ? ഒരു പ്രശ്നവുമില്ല. ഹോസ്പിറ്റൽ ഫാർമസിയിൽ മരുന്ന് കൊടുക്കുന്നു, വിടുന്നു, പിന്നെ എന്ത് പ്രശ്നം അല്ലെ?
എന്നാൽ there are some problems faced by hospital pharmacy. ഹോസ്പിറ്റൽ ഫാർമസി ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളാണ് ഇനി പറയുന്നത്. എന്തൊക്കെയാ? പിൽഫറേജ് എന്ന് വെച്ചാൽ തെഫ്റ്റ്, എന്ന് വെച്ചാൽ കട്ടുകൊണ്ടോ എന്ന് വെച്ചാൽ എന്താ, അതായത് കുറെ കൊണ്ടത് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോ ചിലപ്പോ ആരെങ്കിലുമായിട്ട് ഇൻസൈഡോ ഔട്ട്സൈഡോ ആളുകള് അത് കട്ടുകൊണ്ട് പോകാൻ. കാരണം വിലപിടിപ്പുള്ള സാധനങ്ങളാണ് ഈ മരുന്ന് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ മറ്റു പല കാര്യങ്ങൾക്ക് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ഒക്കെ പൂട്ടാതെ ഒക്കെ വല്ലയിടത്തൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ മിസ്യൂസ് ചെയ്യാനും ആളുകൾ എടുത്തുകൊണ്ട് പോകാനും മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും ഒക്കെ ചാൻസസ് കൂടുതലാണ്. അതാണ് തെഫ്റ്റിന്റെ മറ്റൊരു വാക്കാണ് പിൽഫറേജ്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്, അതും ഫാർമസി ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ്. എന്താ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ? അതായത് നിലവിൽ അങ്ങനെ ഒരു ഡ്രഗുകൾ ഇല്ല, കാരണം അതിന്റെയൊക്കെ എന്താ പറയാ, അത് ബാൻ ചെയ്തു എന്ന് പറയാം, നമുക്ക് ബാൻ ചെയ്തു, അത്തരമൊരു മരുന്നില്ല. പുതിയ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ മരുന്നുകളും അതുപോലെ തന്നെ പുതിയത് വരും. അപ്പൊ പഴയതിനെ അവരെന്ത് ചെയ്യും, എന്തെങ്കിലും ചിലപ്പോ ആഫ്റ്റർ ഇഫക്റ്റുകൾ കൂടുതലുള്ള മെഡിസിൻസ്, സൈഡ് ഇഫക്റ്റ് കൂടുതലുള്ള മെഡിസിൻസ് ആണ്, അത് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുന്നതെങ്കിൽ ചില മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ അതെന്ത് ചെയ്യുന്നു, അത് ബാൻ ചെയ്ത് കളയും. ഇനി അത് ആ മെഡിസിൻ ആണ് നമുക്ക് പേഷ്യൻസ് ഒന്നും കൊടുക്കണ്ട, ഉപയോഗിക്കേണ്ട, അങ്ങനെയുള്ള മെഡിസിൻസ് ആണ് ഔട്ട്ഡേറ്റഡ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ക്യാരിയിങ് കോസ്റ്റ്, ഈ മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാനും അല്ലെങ്കിൽ അത് ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകളൊക്കെ ഭയങ്കര കൂടുതലായിരിക്കാം. കാരണം എന്താ, ഈ പറയുന്ന നാർക്കോട്ടിക് ഡ്രഗ്സ്, അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ എക്സ്ട്രാക്റ്റുകൾ, ലിവർ എക്സ്ട്രാക്ട്, വൈറ്റമിൻസ് ഒക്കെ അത് കൊണ്ടുപോകാനും ക്യാരി ചെയ്യാനൊക്കെ ഒരുപാട് ചെലവുകൾ വരുന്നുണ്ട്. അതിനുവേണ്ടി വരുന്ന ചെലവുകളും ഇവർ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ്. പിന്നെ ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്, ഈ എലി അതുപോലെ തന്നെ മറ്റു കീടങ്ങളൊക്കെ വന്ന് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് മരുന്നുകളെ. എക്സ്പയറി ഡ്രഗ്സ് എന്ന് വെച്ചാൽ എന്താ, എക്സ്പയറി ഡേറ്റ് പെട്ടെന്നൊക്കെ തീർന്നു പോകുന്ന ഡ്രഗ്സ് ഉണ്ട്, അതും ഇവർ ഫേസ് ചെയ്യുന്നതാണ്. എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും, കളയേണ്ടി വരും. അപ്പൊ ഫാർമസിയിൽ അതൊരു വലിയ നഷ്ടമല്ലേ, അത്തരം മെഡിസിൻസ് ഒക്കെ പെട്ടെന്ന് എക്സ്പയറി തീർന്നു പോകുന്നതിന് മുമ്പേ നമ്മൾ ഉപയോഗിച്ച് തീർത്തില്ല എങ്കിൽ എന്ത് പറ്റും, അത് ഒത്തിരി വലിയൊരു നഷ്ടം തന്നെയാണ്. ഓക്കെ, സ്പെല്ലിംഗ് ഡിസ്ട്രക്ഷൻ അല്ലേ, അതെ, ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ് കേട്ടാ, അതായത് നശിപ്പിക്കുക, ആര്, കീടങ്ങളും എലികളും ഒക്കെ. പിന്നെ ഷോർട്ടേജ് കോസ്റ്റ്, ഈ നമ്മൾ ഇത്ര കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തു, അത് നമ്മൾ ലാസ്റ്റ് ആവുമ്പോൾ നമ്മൾ അതിന്റെ കണക്കെടുപ്പൊക്കെ നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ 1000 യൂണിറ്റ് സ്റ്റോർ ചെയ്തു, അതിലൊരു 800 എണ്ണം നമ്മൾ ആളുകൾക്ക് പേഷ്യൻസിനായിട്ട് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഒരു 100 എണ്ണം കൂടി ഉണ്ട്, ബാക്കി 100 എണ്ണം കാണാനില്ല, അതാണ് ഷോർട്ടേജ്. അപ്പൊ ആ ഷോർട്ടേജ് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ചെലവുകളും നഷ്ടങ്ങളും അതും അതെ. അപ്പൊ ഇതൊക്കെ ഹോസ്പിറ്റൽ ഫാർമസി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എല്ലാം ഉണ്ടെന്നല്ല, ചില ഹോസ്പിറ്റൽസിൽ ഈ ചില പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി പറയാം, പിൽഫറേജ്, outdated drugs, carrying cost, destruction by insects or rats, expiry drugs and shortage cost. അതിന്റെയൊക്കെ പ്രോബ്ലംസ് ഹോസ്പിറ്റൽ ഫാർമസി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം, ആ പേരുകൾ കേട്ടാ. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്. നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ കുറെ ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്തൊക്കെ വരുന്നുണ്ട്. എന്താണ് ചീഫ് ഫാർമസിസ്റ്റിന്റെ? ഫാർമസിയിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ആളാണ് അല്ലെ ഹോസ്പിറ്റൽ ചീഫ് ഫാർമസിസ്റ്റ്. ആൾക്ക് കുറെ റോൾ ഉണ്ട് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു ഫുൾഫിൽ ദ ഡിസിഷൻസ് ടേക്കൺ ബൈ തെറാപ്യൂട്ടിക് കമ്മിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, തെറാപ്യൂട്ടിക് എടുക്കുന്ന തീരുമാനങ്ങൾ ഫുൾഫിൽ ചെയ്യുക. എന്താ പറയാ, ഫുൾഫിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയ്യോ, മലയാളം പറയും ഫുൾഫിൽ ചെയ്യാ, എന്തു പറയും മലയാളത്തില്? അവരെടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുക അല്ലെ, അതന്നെ നടപ്പിലാക്കുക, അതന്നെ കംപ്ലീറ്റ് ചെയ്യുക. യെസ്, അത് നേരത്തെ പറഞ്ഞത് തന്നെ, പൂർത്തിയാക്കുക, അതന്നെ, യെസ്, അതാണ്. അപ്പൊ തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുക. പിന്നെന്താ, ഡിസ്പെൻസിങ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ് ടു സെപ്പറേറ്റ് ഏരിയാസ്. ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ ഡ്രഗ്സും ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ കൊണ്ടുപോകുമ്പോ അതൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ സഹായം വേണം. ഇവര് ചീഫുമായിട്ടൊക്കെ കാര്യങ്ങൾ എന്താ പറയാ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടാണ് മറ്റു പല ഏരിയാസിലേക്കൊക്കെ ഡ്രഗ്സ് ഒക്കെ ഡിസ്പെൻസ് ചെയ്യേണ്ടത്. മെയിൻ്റെനൻസ് ഓഫ് ആക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ്, അതായത് എമർജൻസി ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗുകൾ, അതിനെ കുറിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആ സ്റ്റോക്കിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇവരുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ എന്താ പറയാ, ആന്റിഡോട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മറുമരുന്ന് എന്ന് പറഞ്ഞാൽ എന്താ? ചില മെഡിസിൻസ് വെൻ വി ആർ യൂസിങ് ഇറ്റ് വിൽ ഹാവ് അഡ്വേഴ്സ് ഇഫക്ട്, അതിന് എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ അതിനെന്ത് മറുമരുന്ന്, അങ്ങനത്തെ മരുന്നുകൾ എമർജൻസി ആയിട്ട് എന്താണ് കീപ്പ് ചെയ്യേണ്ടത്, അതിന്റെ സ്റ്റോക്ക് അത് കൃത്യമായിട്ട് സ്റ്റോക്ക് ചെയ്യണം. കാരണം ഇപ്പൊ ഏതെങ്കിലും മരുന്ന് ഒരു രോഗിക്ക് ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള
റിയാക്ഷൻ ആൾക്ക് ഉണ്ടാകും പേഷ്യന്റിന്, അത് ചിലപ്പോൾ മരണത്തിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് എന്ത് മറുമരുന്ന്, ആന്റിഡോട്സ് എന്ന് പറഞ്ഞാൽ അതിന് എന്ത് മറുമരുന്നാണ് ഉപയോഗിക്കേണ്ടത്, അതിന്റെ സ്റ്റോക്ക് എന്തായാലും ഇവരുടെ കയ്യിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ നാർക്കോട്ടിക് ഡ്രഗ്സ് ഡിസ്പെൻസ് ചെയ്യുക, അതിന്റെ അക്കൗണ്ടിങ് കണക്കെടുപ്പ്, നാർക്കോട്ടിക് ഡ്രഗ്സ് എത്ര ക്വാണ്ടിറ്റിയിലുണ്ട്, അത് എത്ര യൂസ് ചെയ്തു, അത് ഇനി എത്ര ബാലൻസ് ഉണ്ട്, അവിടെ വേരിയേഷൻസ് വരാൻ പാടില്ല. ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, അതിൽ ഇത്ര യൂസ് ചെയ്തു, ബാലൻസ് കൃത്യമായ എണ്ണം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അളവ് കറക്റ്റ് ആയിട്ട് അക്കൗണ്ടിങ് ചെയ്യണം. ഡെസിഗ്നേഷൻ ഓഫ് വേരിയസ് ഫ്ലൂയിഡ്സ്, ഫ്ലൂയിഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകം സ്ഥലം പ്രൊവൈഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. സ്ക്രൂട്ടിനൈസേഷൻ ഓഫ് ഡ്രഗ്സ് അറ്റ് വേരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്, ഓരോ ഡ്രഗ്സ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ പേഷ്യൻസിന് എടുത്തു കൊടുത്തു, അതിനെ കുറിച്ചുള്ള ഒരു സ്ക്രൂട്ടിനൈസേഷൻ, ഒരു വിശദീകരണം നോക്കലും നല്ല രീതിയിൽ സൂക്ഷ്മ പരിശോധനയൊക്കെ ചെയ്യണം. പേഷ്യൻസ് അത് ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്ക് എങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണയിലെത്താനായിട്ട് അത് സൂക്ഷ്മ പരിശോധന നടത്തുക എന്നുള്ളത് ഇവരുടെ കാര്യങ്ങളാണ്. പ്രിപ്പയറിംഗ് ഓഫ് ഇന്റന്റ് ആൻഡ് റെസിപ്റ്റ് വൗച്ചർ. ഇന്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ, റിക്വിസിഷൻ, പുതിയ മെഡിസിൻസ് വാങ്ങിക്കാനുള്ള റിക്വിസിഷൻസ് തയ്യാറാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള വൗച്ചർ റിസീവ് ചെയ്യുക, ഇതും അവരുടെ ഒരു റോളിൽ പെട്ടതാണ് ചീഫ് ഫാർമസിസ്റ്റിന്റെ. ഇൻവെന്ററി കൺട്രോൾ, സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക, സ്റ്റോക്ക് അധികമാകാനും പാടില്ല എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല. അപ്പൊ ഒരു എന്താ പറയാ ആവറേജ് ലെവലിൽ എപ്പോഴും സ്റ്റോക്ക് ലെവല് കീപ്പ് ചെയ്യുക. ഇൻവെന്ററി കൺട്രോൾ. മെയിന്റനൻസ് ഓഫ് സ്റ്റോർസ് ലെഡ്ജർ റെക്കോർഡ്സ്, സ്റ്റോക്കും മറ്റു കാര്യങ്ങളുടെ ഒക്കെ എല്ലാത്തിന്റെയും ലെഡ്ജർ അക്കൗണ്ടുകളും റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യുക. ഏത് കാര്യങ്ങളെ കുറിച്ച് സംശയിച്ചു വെച്ചാൽ അപ്പൊ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാക്കിയ രീതിയിൽ എല്ലാ റെക്കോർഡും കീപ്പ് ചെയ്യുക. മരുന്നുകളുടെ സ്റ്റോക്ക് ആകാം, മരുന്നുകളെ കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ആകാം, അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആകാം, മറുമരുന്നുകളെ കുറിച്ചിട്ടാകാം, എന്താണോ എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് പറയാൻ റെഡി ആയിട്ട് ഇരുന്നോളണം. അപ്പൊ അതിന്റെ ഒക്കെ റെക്കോർഡിംഗ് അവിടെ വേണ്ടേ, എന്നാലല്ലേ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ആര് ചോദിച്ചാലും. ആൻഡ് പ്രൊവിഷൻ ഫോർ എന്താ പറയാ ആൾട്ടർനേറ്റീവ് പവർ സപ്ലൈ, അതായത് നമ്മളുടെ ഇലക്ട്രിസിറ്റി സപ്ലൈ ഒക്കെ ഫെയിലിയർ ആയാൽ, പെട്ടെന്ന് കറണ്ട് പോയി എന്ന് വിചാരിക്കാം, അതിന് ഒരു ഓൾട്ടർനേറ്റ് ഒരു കാര്യം ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ എന്താ പറയാ നമ്മളുടെ ഇൻവെർട്ടറോ അല്ലെങ്കിൽ മറ്റു ജനറേറ്ററോ അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണം. കാരണം കറണ്ട് പോയാൽ അപ്പൊ തന്നെ അത് പ്രവർത്തിച്ചോളണം, അതർവൈസ് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എന്ത് പറ്റും. ഇതിന്റെ ഫാർമസിയിൽ എപ്പോഴും കറണ്ട് വേണമെന്ന്, ഫാർമസിസ്റ്റുകൾക്ക് AC വേണം, അല്ലെങ്കിൽ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടാണോ? ആണോ? നമ്മളിപ്പോ തന്നെ പറഞ്ഞല്ലോ കുറച്ചു മുമ്പ്. എന്ത് പറഞ്ഞു? ഞാൻ പറ, എന്താ പറഞ്ഞത്? കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ഉണ്ട് അല്ലെ, ചില മരുന്നുകളൊക്കെ നമ്മള് കോൾഡ് സ്റ്റോറേജിൽ വെക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് പവർ സപ്ലൈ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പൊ പവർ ഫെയിലിയർ ഉണ്ടായാൽ ഓൾട്ടർനേറ്റ് സംവിധാനം ഉണ്ടായിരിക്കണം അവരുടെ കയ്യിൽ. സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി കീപ്പ് ചെയ്യണം, ഓരോ മരുന്നിന്റെയും ആ ക്വാളിറ്റി, അതിന്റെ സൂക്ഷ്മ പരിശോധനകൾ നടത്തണം. ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ്, ഫാർമസിസ്റ്റുകൾക്ക് ഏതെങ്കിലും തരത്തിൽ മരുന്നുകളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മാത്രമല്ല ആവശ്യത്തിന് അവർക്ക് ട്രെയിനിങ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കേണ്ടി വരും. ഈ ഫാർമസിസ്റ്റുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് കൊടുക്കണം. കാരണം പുതിയ പുതിയ രോഗങ്ങളുമായിട്ട് പുതിയ പുതിയ മെഡിസിൻസ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ആ മരുന്നുകളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് ഇവർക്ക് എന്താ പറയാ ഹാൻഡ് ഓവർ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റും, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റും, അവർക്ക് ആ മരുന്നുകളെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലെങ്കിൽ ഇവരിത് എടുത്തു കൊടുക്കുമ്പോൾ പേഷ്യൻസിന്റെ അവസ്ഥ എന്തായിരിക്കും. അതുകൊണ്ട് ഇത്തരം എല്ലാ കാര്യങ്ങളും പുതിയ പുതിയ ഇൻഫർമേഷൻസ് മെഡിസിൻസിനെ കുറിച്ച് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദെൻ പീരിയോഡിക് യൂട്ടിലൈസേഷൻ ഓഫ് റിപ്പോർട്ട്, ഫാർമസിയിൽ എല്ലാ വർഷവും പീരിയോഡിക് ആയിട്ട് അത് മെഡിസിൻസ് എങ്ങനെ ഉപയോഗിക്കുന്നു അതിന്റെ ഒരു റിപ്പോർട്ട് എല്ലായ്പ്പോഴും എല്ലാ വർഷത്തിലും തയ്യാറാക്കുക. ദെൻ പേഷ്യന്റ് എഡ്യൂക്കേഷൻ, എന്താണ് അവർക്ക് പേഷ്യൻസിന് വേണ്ട ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാം. മരുന്നുകളെ സംബന്ധിക്കുന്നതോ മരുന്നിന്റെ റിയാക്ഷൻ സംബന്ധിക്കുന്നതോ, അതാണ് പേഷ്യന്റ് എഡ്യൂക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പേഷ്യൻസിനെ അല്ലാതെ വിളിച്ചു വരുത്തിയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് അവർക്ക് എന്താ പറയാ വ്യക്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ദീസ് ആർ ദ റോൾസ് ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്. ചീഫ് ഫാർമസിസ്റ്റിന്റെ പ്രധാനപ്പെട്ട റോളുകളാണ് നമ്മളിപ്പോ പറഞ്ഞത് മുഴുവൻ. ആ റോളുകളിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്ററിനെ സംബന്ധിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് പറഞ്ഞത് എവിടെ നിന്ന് തുടങ്ങിയായിരുന്നു? ഇൻഡന്റിങ് ഓഫ് ഡ്രഗ്സ് അല്ലെ, സോറി സ്റ്റോക്സ് ഇൻഡന്റിങ് കഴിഞ്ഞ ദിവസത്തെയായിരുന്നു. റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് എന്ന് തുടങ്ങിയാണ് ഏതൊക്കെ റെക്കോർഡുകളും രജിസ്റ്ററുകളാണ് ഫാർമസിയിൽ വെക്കുന്നത്. പിന്നെ ഹോസ്പിറ്റൽ ഫാർമസിയിലെ ഡ്രഗ്സ് സ്റ്റോറേജിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും 4 ക്ലാസിഫിക്കേഷൻസ് ആണ് അക്കോർഡിംഗ് ടു സ്റ്റോറേജ്. സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് ഡ്രഗ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ജനറൽ ഡ്രഗ്സ്, നാർക്കോട്ടിക്സ്, ഇൻഫ്ലേമബിൾ ആൻഡ്
കോൾഡ് സ്റ്റോറേജ്. ഇനി അതിന്റെ മെഡിക്കേഷൻ പ്രൊസീജിയേഴ്സ്, മരുന്നുകൾ പുറത്തേക്കും അതുപോലെ തന്നെ ഫ്ലോറിലേക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അവര് അവിടെ പറയുന്നുണ്ട്. പിന്നെ അതിന്റെ ഫിനാൻസ് സോഴ്സസ്, പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഫാർമസി ആൻഡ് ദ റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾക്ക് ഏകദേശം ഇപ്പൊ എല്ലാവരുടെയും ചാപ്റ്റേഴ്സ് ഏകദേശം ഒക്കെ തീരാറായിട്ടുണ്ടെന്നാ തോന്നണേ അല്ലെ? മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് എടുത്തോണ്ടിരിക്കുന്നത്. അതിന്റെ അവിടെ നിന്ന് ഇവിടെ നിന്നും 2 ടീച്ചേഴ്സ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ടീച്ചേഴ്സ് നോട്ട് ചെയ്യാൻ പറയുന്നത് നോട്ട് ചെയ്യാം. ടെർമിനോളജി, അതിന്റെ അബ്രീവിയേഷൻസ്, റൂട്ട് വേർഡ്സ്, അതുപോലെ തന്നെ പ്രിഫിക്സും സഫിക്സും ചേർത്ത് കഴിയുമ്പോൾ ആ വേർഡ് എന്തായി മാറും, അതൊരു മെഡിസിനും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗമൊക്കെ ആയിട്ട് മാറും. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്യാൻ പറയുമ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുന്നത് പ്രീവിയസ് എക്സാംസിലൊക്കെ നടന്നു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യാൻ പറയുന്നത് അവര്. അപ്പൊ അത് നോട്ട് ചെയ്ത് പഠിക്കാം. അതിപ്പോ നിങ്ങൾ വായിച്ചാലും അവർ വായിച്ചാലും ഒക്കെ ഏകദേശം ഒന്ന് തന്നെ. പക്ഷെ നമുക്ക് ഒന്നുകൂടി ഒരാള് ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്ത് തരുമ്പോ കുറച്ചും കൂടി നമ്മുടെ മനസ്സിലിരിക്കുമല്ലോ അല്ലേ? അങ്ങനെയല്ലേ? അല്ലേ? അപ്പൊ അതൊക്കെ വായിക്കുക. പിന്നെ വേറെ ചാപ്റ്റേഴ്സ് ഒന്നും ഇനി തീർക്കാനില്ലല്ലോ. അത് മാത്രമല്ലേ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് മാത്രമല്ലേ തീരാനുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ബുധനാഴ്ചയ്ക്ക് ആകുമ്പോഴേക്കും നമ്മളുടെ എല്ലാ ചാപ്റ്റേഴ്സും ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേപ്പേഴ്സിലെ 28 ചാപ്റ്റേഴ്സ് ആണ്. വേറെ ഒന്നും മിസ്സായിട്ടില്ല എന്നാണ് ഞങ്ങളുടെ അറിവില്. ആൻഡ് നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ഇനി എക്സാംസ് ഒക്കെ ആയിരിക്കും. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പിന്നാലെ വരുന്നതായിരിക്കും. അപ്പൊ നന്നായിട്ട് വായിച്ച് പഠിച്ചൊക്കെ ഇരിക്കാട്ടാ. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരാനായിട്ട് ഞാൻ നാളെ ഒരു 10 മിനിറ്റ് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ കയറിക്കോളാം. ഈ ഒരു ചാപ്റ്ററിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരാൻ വേണ്ടി ഒരു 10 മിനിറ്റ് അത്രയൊക്കെ മതിയാവും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ പിന്നെ ഞാൻ വരുന്നില്ല. ടീച്ചർ എടുത്തോട്ടെ, നിങ്ങൾ